ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ തന്നെ ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ധാരാളം വിജയങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, ഫുൾ സിലബസ് ബേസ്ഡ് capsule notes and other study materials, doubt clearance and mentorship, 5000-ലധികം topic wise multiple choice questions with detailed explanation, 20ഓളം PSC മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. മറ്റൊരു സന്തോഷ വാർത്ത കൂടി, ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. What are foodborne illnesses? Foodborne illnesses അല്ലെങ്കിൽ foodborne diseases എന്താണ് definition നോക്കാം. Foodborne illnesses are infections or irritations of the gastrointestinal tract (GI tract) caused by food or beverages that contain harmful bacteria, parasites, viruses or chemicals. Foodborne illness അല്ലെങ്കിൽ foodborne infection എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അത് മെയിൻ ആയിട്ടും ഫുഡിൽ നിന്നായതുകൊണ്ട് തന്നെ അത് ബാധിക്കുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിനെ ആയിരിക്കും. ഇനി എങ്ങനെയായിരിക്കും ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്? ഒന്നുകിൽ ഫുഡിലുള്ള ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ, പാരസൈറ്റ്സ്, വൈറസസ് അങ്ങനത്തെ ഓർഗാനിസംസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസിന്റെ പ്രസൻസ് ഫുഡിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ നമുക്ക് ഇൽനെസ്സുകൾ വരാം. കോമൺ സിംറ്റംസ് ഓഫ് ഫുഡ്ബോൺ ഇൽനെസ്സസ് ഇൻക്ലൂഡ് വോമിറ്റിംഗ്, ഡയറിയ, അബ്ഡോമിനൽ പെയിൻ, ഫീവർ ആൻഡ് ചിൽസ്. നമുക്ക് ഡൈജസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ വോമിറ്റിംഗ്, ഡയറിയ, അബ്ഡോമിനൽ പെയിൻ ഒക്കെ. പിന്നെ ഫീവർ ആൻഡ് ചിൽസ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഫീവറും ചിൽസും ഒക്കെ വരും. Majority of foodborne illnesses are caused by harmful bacteria and viruses. Some parasites and chemicals also cause foodborne illness. അപ്പോൾ ഫുഡിൽ നിന്ന് രസവും വന്നെന്ന് പറയുമ്പോൾ അത് ഫുഡിനകത്തുള്ള ബാക്ടീരിയോ വൈറസോ ഒക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നിട്ടുണ്ടാവുന്ന അസുഖം, അല്ലെങ്കിൽ ആ ഫുഡിന് എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടായിരിക്കും, ആ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നിട്ട് അസുഖം ഉണ്ടാവുന്നതുമാണ്. Food poisoning is an acute gastroenteritis caused by ingestion of food or drink contaminated with either living bacteria or their toxins or inorganic chemical substances and poisons derived from plants and animals. അതായത് ഫുഡ് പോയ്സണിങ് എന്നൊരു വാക്കിന്റെ ഡെഫിനേഷൻ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഫുഡ്ബോൺ ഇൽനെസ് എന്താന്ന് നോക്കി ഫുഡ് പോയ്സണിങ് എന്താണ്? വലിയ ഡിഫറൻസ് ഇല്ല. ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് ആണ്. ഡൈജസ്റ്റിന് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്. കോസ്ഡ് ബൈ ഇൻജെക്ഷൻ ഓഫ് ഫുഡ് ഓർ ഡ്രിങ്ക്സ് contaminated with either living bacteria or their toxins or inorganic chemical substances and poisons derived from plants and animals. ബാക്ടീരിയ കാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്തജൻ കാരണമോ അല്ലെങ്കിൽ ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ്, ഇപ്പൊ ചില കേസുകളിൽ ബാക്ടീരിയ ഉള്ളിൽ ചെന്നിട്ടായിരിക്കും അസുഖം, ചില കേസുകളിൽ ഓൾറെഡി ആ ബാക്ടീരിയ ആ ഫുഡിനകത്ത് വളരെ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ടോക്സിൻ ആദ്യമേ തന്നെ ബോഡിക്കകത്ത് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. അല്ലെങ്കിൽ ബാക്ടീരിയൽ ടോക്സിൻസ് അല്ലാതെ മറ്റ് പോയ്സൺസ്, പ്ലാന്റ്സിൽ നിന്നോ ആനിമൽസിൽ നിന്നോ ഒക്കെ ഡിറൈവ് ആയിട്ടുള്ള മറ്റ് പോയ്സൺസ്, അത്തരത്തിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് നമ്മുടെ സ്റ്റമക്കിനകത്ത് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ, ഇതിനെയാണ് നമ്മൾ ഫുഡ് പോയ്സണിംഗ് എന്ന് പറയുന്നത്. Characterized by the condition is characterized by A. History of ingestion of a common food, B. Attack of many persons at the same time, and C. Similarity of signs and symptoms in majority of cases. ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ച ഫുഡിൽ ഫുഡ് പോയ്സണിങ് ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു? ഒന്ന്, ഹിസ്റ്ററി ഓഫ് ഇൻജെക്ഷൻ ഓഫ് എ കോമൺ ഫുഡ്, അവിടെ നിന്ന് ഒരുപാട് പേര് അതേ ഫുഡ് ഐറ്റം കഴിച്ചിരിക്കണം, കോമൺ ഫുഡ് ഒരുപാട് പേര് കഴിച്ചു. ബി, അറ്റാക്ക് ഓഫ് മെനി പേഷ്യൻസ് അറ്റ് ദ സെയിം ടൈം, ഒരുപാട് പേർക്ക് ഈ കഴിച്ചവരിൽ ഒരുപാട് പേർക്ക് ഒരേ സമയം തന്നെ എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ വന്നിരിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് വന്നിരിക്കണം. സി, സിമിലാരിറ്റി ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻ ദ മെജോറിറ്റി ഓഫ് കേസസ്, അതായത് ഫുഡിൽ നിന്നുണ്ടാകുന്ന എല്ലാ ഇൻഫെക്ഷനും നമ്മൾ ഫുഡ് ബോൺ ഇൽനെസ് എന്ന് പറയുമെങ്കിലും ഫുഡ് പോയ്സണിംഗ് എന്ന് പറയുന്നത് അത്
ഒരു സ്ഥലത്തു നിന്നുള്ള ഭക്ഷണം കഴിച്ച് ഒരുപാട് പേർക്ക് ഒരുമിച്ച് സിംറ്റംസ് ഉള്ള ഫുഡ് പോയ്സണിങ് ആയി എന്ന് പറയും. അത് ഒരു സ്ഥലത്ത് നിന്ന് കുറെ പേര് കോമൺ ആയിട്ടുള്ള ഫുഡ് കഴിച്ചു. ഇവരെല്ലാരും കഴിച്ച ഫുഡ് സെയിം ആണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വന്നു, ഒരേ സമയത്ത് വന്നു, ഒരേ സിംറ്റംസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഫുഡ് പോയ്സണിങ്ങിന്റെ സോഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഫുഡ് പോയ്സണിങ് നമുക്ക് ഫുഡ് ബോൺ ഇൽനെസ്സിൽ തന്നെ പെടുത്താം. നെക്സ്റ്റ്, ബാക്ടീരിയ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ തന്നെ ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ധാരാളം വിജയങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, ഫുൾ സിലബസ് ബേസ്ഡ് capsule notes and other study materials, doubt clearance and mentorship, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. മറ്റൊരു സന്തോഷ വാർത്ത കൂടി, ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ അധികം വൈകാതെ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല. ഹലോ, എന്റെ സിസ്റ്റത്തിൽ ഷെയർഡ് എന്നാ കാണിക്കുന്നത്. ഞാൻ ഒന്നും കൂടി ഷെയർ ചെയ്യാം, നോക്കട്ടെ. ഇപ്പോഴോ സ്ക്രീൻ കാണാമോ? സ്ക്രീൻ കാണാലോ മാം. കാണാം അല്ലേ? ആ. Bacteria are tiny organisms that can cause infections of the GI tract. Not all bacteria are harmful to humans. Some harmful bacteria may already be present in food when they are purchased. Raw food including meat, poultry, fish and shellfish, eggs, unpasteurized milk and dairy products and fresh produce often contain bacteria that cause foodborne illness. അപ്പോൾ ഫുഡിൽ നിന്ന് നമുക്ക് ബാക്ടീരിയ കാരണം ഇൻഫെക്ഷൻ ഉണ്ടാവും. എല്ലാ ബാക്ടീരിയയും ഹ്യൂമൻസിന് ഹാർംഫുൾ അല്ല, എന്നാൽ ചില ബാക്ടീരിയ ഹാർംഫുൾ ആണ്. ഈ ഹാർംഫുൾ ബാക്ടീരിയ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? മീറ്റ്, റോ ആയിട്ടുള്ള മീറ്റ്, പൗൾട്രി, അതുപോലെ ഫിഷ്, ഷെൽ ഫിഷ്, ചിലതരം മൊളസിൽ നിന്ന് കിട്ടും. അതുപോലെ എഗ്സ്, അൺപാസ്റ്റേർഡ് ആയിട്ടുള്ള നമ്മൾ ശരിക്കും ബോയിൽ ചെയ്യാത്ത മിൽക്ക്, ഡയറി പ്രോഡക്ട്സ്, അവിടെ നിന്നൊക്കെ ആയിരിക്കും യൂഷ്വലി നമുക്ക് ബാക്ടീരിയയുടെ സോഴ്സ്. Bacteria can contaminate food, making it harmful to eat at any time during growth, harvesting or slaughter, processing, storage and shipping. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും നമ്മുടെ ഫുഡിന് ബാക്ടീരിയ ഇൻഫെസ്റ്റേഷൻ സംഭവിക്കാം. ഒരു ക്രോപ്പ് പ്ലാന്റ് ആണെങ്കിൽ അത് വളരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗിന്റെ സമയത്ത്, ഒരു മീറ്റ് ആണെങ്കിൽ അതിന്റെ സ്ലോട്ടറിംഗിന്റെ സമയത്ത്, അല്ലെങ്കിൽ പ്രോസസിംഗിന്റെ സമയത്ത് ശരിയായിട്ട് സ്റ്റോർ ചെയ്യാത്തതുകൊണ്ട് ബാക്ടീരിയ ഇൻഫെസ്റ്റേഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ ഷിപ്പിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ബാക്ടീരിയ നമ്മുടെ ഫുഡിനെ ഇൻവേഡ് ചെയ്യാം. Food may also be contaminated with bacteria during food preparation, restaurant or home kitchen. അതുപോലെ വീട്ടിലുള്ളത് പാകം ചെയ്യുന്ന സമയത്ത് ഫുഡിനകത്ത് ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാവും. ബാക്ടീരിയ ഇൻഗ്രീഡിയൻ കണ്ടാമിനേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. If food preparers do not thoroughly wash their hands, kitchen utensils, cutting boards and other kitchen surfaces and come in contact with raw food, cross-contamination, that is, the spread of bacteria from contaminated food to uncontaminated food may occur. If hot food is, അപ്പൊ അത് ഒരു പോയിന്റ് ആണ്. അതായത് നമ്മള്
ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയും. ഒരു ഫുഡ് ആ ഫുഡിൽ എങ്ങനെയോ ബാക്ടീരിയയുടെ സാന്നിധ്യമാണ്. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രോത്തിന്റെ സമയത്തായിരിക്കാം, ഹാർവെസ്റ്റിംഗിന്റെ സമയത്തായിരിക്കാം, പ്രോസസിംഗിന്റെയോ പാക്കേജിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തായിരിക്കാം. ഏതെങ്കിലും രീതിയിൽ ആ ഫുഡിൽ ബാക്ടീരിയ വരും. ആ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് സെർവ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞു. ഇനി ആ കഴിച്ച പ്ലേറ്റ്, ആ വെസൽസ്, അതിന് ആ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിച്ച കട്ടിംഗ് ബോർഡ്, നൈഫ്, കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വേണ്ടി വന്നാൽ സ്റ്റെറിലൈസിങ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൈ തറന്ന് കഴുകിയിട്ട് അടുത്ത ഫുഡ് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയൊന്നും ചെയ്യാതെ ആ കണ്ടാമിനേറ്റ് ഫുഡ് തൊട്ട സാധനങ്ങൾ വെച്ച് തന്നെ എന്നിട്ട് ആ കണ്ടാമിനേറ്റ് ഫുഡ് ഇരുന്ന് കണ്ടെയ്നേഴ്സും കാര്യങ്ങളെല്ലാം അങ്ങനെ നമ്മൾ വീണ്ടും നെക്സ്റ്റ് മീൽ പ്രിപ്പയർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. എസ്പെഷ്യലി ഹോട്ടൽസിലൊക്കെ ആകുമ്പോൾ ഒരേ പാത്രത്തിലായിരിക്കും പല പല ഡിഷുകൾ ഒരേ സമയം ചെയ്യുന്നത്. ഒന്ന് മാറ്റി അടുത്ത് അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ട് എല്ലായ്പ്പോഴും ക്ലീൻ ചെയ്യാനൊക്കെ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെ എന്ത് പറ്റും? കണ്ടാമിനേറ്റഡ് അല്ലാത്ത ഫുഡിലേക്ക് ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിന്റെ അംശം കാരണം ഇൻഫെക്ഷൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ഒറിജിനലി ഈ പുതിയ ഫുഡ് ഐറ്റത്തിന് ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു? ഇല്ല. ആദ്യമേ അതിനകത്ത് പ്രിപ്പയർ ചെയ്ത ഫുഡിനകത്ത് ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ പാത്രം കഴുകാതെ തന്നെ അതിൽ കൊണ്ട് അടുത്ത ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ക്രോസ് കണ്ടാമിനേഷൻ നടക്കും. കണ്ടാമിനേഷൻ ഇല്ലാത്തടത്ത് ഇൻഫെക്ഷൻ ആണ്. അതേപോലെ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മീറ്റ് കൈകാര്യം ചെയ്തു, ആ കൈ കഴുകാതെ വേറെ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ ആ ഫുഡിലേക്ക് ആ ബാക്ടീരിയ സ്പ്രെഡ് ആവാം. If hot food is not kept hot enough or cold food is not kept cold enough, bacteria may multiply. അതുപോലെ ഒരു ഫുഡിനെ ഹീറ്റ് ചെയ്യുന്ന അതുപോലെ കൂൾ ചെയ്യുന്നതിനൊക്കെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്. ആ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ബാക്ടീരിയയുടെ ഗ്രോത്ത് അറസ്റ്റ് ചെയ്യാനും ഇൻഫെക്ഷൻ ഇൻഫെസ്റ്റേഷൻ ഇല്ലാതാക്കാനും പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും? ആ പറയുന്ന ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ബാക്ടീരിയക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ കണ്ടീഷൻസ് ആണെങ്കിൽ അത് ഗ്രോ ചെയ്യും. Bacteria multiply quickly when the temperature of food is between 40 and 140 degrees. Cold food should be kept below 40 degrees and hot food should be kept above 140 degrees. അതായത് ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക, 40 and 140 ഡിഗ്രി സെൽഷ്യസ്. 40 ഡിഗ്രി സെൽഷ്യസിന് 140 ഡിഗ്രി സെൽഷ്യസിനുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ഗ്രോത്തിനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ റേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിനെ കൂൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കോൾഡായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഫുഡാണ്, അല്ലെങ്കിൽ കോൾഡായിട്ട് സ്റ്റോർ ചെയ്യേണ്ട ഫുഡ്, അല്ലെങ്കിൽ സ്റ്റോറേജിന് വേണ്ടി നമുക്ക് കൂൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ 40 ഡിഗ്രി സെൽഷ്യസിന് താഴെ വേണം കൂൾ ചെയ്ത് സ്റ്റോർ ചെയ്യാം. അതുപോലെ ഹീറ്റ് ചെയ്യുമ്പോഴായാലും നമ്മൾ 140 ഡിഗ്രി സെൽഷ്യസിന് മേലെ അതിനെ ഹീറ്റ് ചെയ്യുകയും വേണം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ സ്റ്റോർ ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ 40ക്കും 140ക്കും ഇടയിലുള്ള ടെമ്പറേച്ചറിലാണ് കൂടുതൽ സമയം നമ്മൾ ഫുഡ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ എന്ത് വെച്ചും ബാക്ടീരിയയുടെ ഗ്രോത്ത് നന്നായിട്ടുണ്ടാവും. കാരണം ബാക്ടീരിയക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ കണ്ടീഷൻ റേഞ്ച് ആണ് ഈ 40 to 140. Bacteria multiply more slowly when food is refrigerated, and freezing food can further slow down or even stop the spread of bacteria. നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? അന്നേരം ടെമ്പറേച്ചർ കുറയും, ബാക്ടീരിയക്ക് ഫേവറബിൾ ആയിട്ട് ടെമ്പറേച്ചറിലായിട്ട് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഇല്ലാതെ കുറയും. അതുപോലെ നമ്മൾ ഫ്രീസ് ചെയ്യുവാണെങ്കിൽ, കംപ്ലീറ്റ്ലി ഫ്രീസ് ചെയ്യുവാണെങ്കിൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് കംപ്ലീറ്റ്ലി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. However, bacteria in refrigerated or frozen food become active again when food is brought to room temperature. Thoroughly cooking food kills bacteria. അതേപോലെ ഇപ്പം ഒരു ഫുഡ് സാമ്പിളിൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കൂൾ ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്ത് പിന്നെ ഫ്രീസ് ഒക്കെ ചെയ്ത് വെക്കുമ്പോൾ ആ ബാക്ടീരിയ എന്ത് പറ്റും? ടെമ്പററിലി ചിലപ്പോൾ അത് ഡോർമെന്റ് ആവും. പക്ഷെ നമ്മൾ വീണ്ടും അതിനെ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും? ബാക്ടീരിയ വീണ്ടും ബാക്ടീരിയക്ക് പറ്റുന്ന ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ, ബാക്ടീരിയക്ക് ഐഡിയൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ ബാക്ടീരിയ വീണ്ടും ആക്റ്റീവ് ആവും, വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂൾ ചെയ്ത് വെക്കുന്ന ഒരു ഫുഡ് ഐറ്റം ആണെങ്കിൽ അത് 40 ഡിഗ്രി സെൽഷ്യസിന് താഴെ കൂൾ ചെയ്യാൻ പാടുള്ളൂ. വേണമെങ്കിൽ ഫ്രീസും ചെയ്യാം, റെഫ്രിജറേറ്റും ചെയ്യാം. ബാക്ടീരിയക്ക് പറ്റാത്ത ടെമ്പറേച്ചർ ആയതുകൊണ്ട് ബാക്ടീരിയ ഗ്രോ ചെയ്യത്തില്ല. പക്ഷെ അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? വീണ്ടും അത് 40 ഡിഗ്രി സെൽഷ്യസിന് മേലെയും 140ക്ക് താഴെയുമാണ്. അപ്പൊ അതുകൊണ്ട് ബാക്ടീരിയയുടെ ഗ്രോത്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ നമ്മൾ അതിനെ കഴിക്കുകയാണെങ്കിൽ കഴിക്കണം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്ത് ഒരു 140ക്ക് മേലെ കൊണ്ടുപോകണം. എന്നിട്ട് വേണം ഫർദർ അത് സ്റ്റോർ ചെയ്യാനും കഴിക്കാനും. However, bacteria in refrigerated or frozen food become active again when food is thoroughly brought to room temperature. Thoroughly cooking food kills bacteria. അതുകൊണ്ട് കുക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. നന്നായിട്ട് ഹീറ്റ് ചെയ്ത് തറവായിട്ട് കുക്ക് ചെയ്യണം. Many types of bacteria cause foodborne illnesses. Examples include Salmonella. Examples are Salmonella, a bacteria found in many foods including raw and uncooked meat,
poultry, dairy products, and seafood. Salmonella may also be present on eggshells and inside eggs. Salmonella എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. തന്നെ നോട്ട് ചെയ്ത് നോക്കുക, വളരെ കോമൺ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതാണ് സാൽമണല്ല. ബാക്ടീരിയ ആണ്. എവിടെയൊക്കെയാണ് കാണുന്നത്? അൺകുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ്, അത് പോൾട്രി ആയാലും അല്ലാത്ത മീറ്റ് ആയാലും, അതുപോലെ തന്നെ എഗ്സിലും കാണും. എഗ് ഷെൽസിലും എഗ്സിനകത്തും കാണും. അതുപോലെ ഡയറി പ്രൊഡക്ട്സിലും സീ ഫുഡിലും ഒക്കെ കാണാറ്. Campylobacter jejuni. It is found in raw or uncooked chicken and unpasteurized milk. ഇവിടെ unpasteurized ആയിട്ടുള്ള മിൽക്ക് അതുപോലെ അൺകുക്ക്ഡ് ആയിട്ടുള്ള മീറ്റിലൊക്കെയാണ് Campylobacter jejuni കാണുന്നത്. ഇതും ബാക്ടീരിയ ആണ്. Shigella, a bacterium spread from person to person. These bacteria are present in stools of people who are infected. If people who are infected do not wash their hands thoroughly after using the bathroom, they can contaminate food that they handle or prepare. Water contaminated with infected stools can also produce in the field. അതായത് ഷിഗെല്ല എന്ന് പറയുന്നത്, ഷിഗെല്ല ഡിസെൻട്രി എന്ന് പറയുന്ന അസുഖം കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സ്റ്റൂളിനകത്ത് അവർ മോഷൻ പാസ് ചെയ്യുമ്പോൾ അവരുടെ ഫീക്കൽ മാറ്ററിൽ ഈ ബാക്ടീരിയയുടെ പ്രസൻസ് കാണും. ഇനി ഇവർ പ്രോപ്പർ ആയിട്ട് ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസിലല്ല മോഷൻ പാസ് ചെയ്യുന്നത്. അതായത് ആ വാട്ടർ, ഇപ്പൊ റൂറൽ ഏരിയയിലൊക്കെ ആകുമ്പോൾ അവർ ആ കോമൺ വാട്ടർ ബോഡി ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വാട്ടർ ബോഡി ഏതെങ്കിലും രീതിയിൽ ഈ ഇൻഫെക്ട് ആയിട്ടുള്ളവരുടെ ഫീക്കൽ മാറ്റർ കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയാലോ, അല്ലെങ്കിൽ ഈ യൂസ് ചെയ്യുന്ന ആള്, അതായത് ടോയ്ലറ്റിൽ പോയിട്ട് ആള് ചൊവ്വിന് ഹാൻഡ് വാഷ് ചെയ്തില്ലെങ്കിൽ, ഈ സ്റ്റൂള് പാസ് ചെയ്തതിനു ശേഷം തറവായിട്ട് ഹാൻഡ് വാഷ് ചെയ്തില്ലെങ്കിൽ കയ്യിലൂടെയോ ആ കൈ കൊണ്ട് പിന്നെ അവർ എന്തെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തൊടുമ്പോൾ അങ്ങനെ ഫുഡിലേക്ക് അത് വരികയും പിന്നെ ആ ഫുഡ് കഴിക്കുന്ന വേറൊരാൾക്ക് ഇൻഫെക്ഷൻ കിട്ടുകയും ചെയ്യും. ഫീക്കോ ഓറൽ റൂട്ട് എന്ന് പറയും ട്രാൻസ്മിഷൻ. അപ്പൊ അങ്ങനെയും ട്രാൻസ്മിഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. E. coli, Escherichia coli, which includes several different strains, only a few of which cause illnesses in humans. Common sources of E. coli include raw or uncooked hamburger, unpasteurized fruit juices, and milk and fresh produce. Again, uncooked ആയിട്ടുള്ള meat, unpasteurized ആയിട്ടുള്ള milk, fruit juices, fresh products. അതിലൊക്കെയാണ് E. coli കാണുന്നത്. Listeria monocytogenes, which has been found in raw and undercooked meat, unpasteurized milk, soft cheese, and ready-to-eat deli meats and hot dogs. Again, listeria, അതൊരു ബാക്ടീരിയ സ്പീഷീസ് ആണ്. മോസ്റ്റ്ലി അൺകുക്ക്ഡ് മീറ്റിലൊക്കെയാണ് കാണുന്നത്. Vibrio, a bacterium that may contaminate fish or shellfish. Vibrio ഫിഷിൽ നിന്നൊക്കെയാണ് കൂടുതലും കിട്ടുന്നത്. Clostridium botulinum, a bacterium that may contaminate improperly canned food and smoked and salted fish. Smoked and salted fish, അതുപോലെ improperly canned food, ഇതിലൊക്കെയാണ് നമുക്ക് ഇപ്പൊ സ്മോക്ഡ് ആൻഡ് സോൾട്ടഡ് ഫിഷ് നല്ല ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ലോസ്ട്രിയം ബോട്ടിലൊന്നും കാണില്ല. അത് ഇംപ്രോപ്പർ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടാമിനേഷൻ വന്നാൽ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളത് ഈ ക്ലോസ്ട്രിയം ബോട്ടിലും ബാക്ടീരിയമാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു എക്സാമ്പിൾസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കും. സാൽമണല്ല, കാമ്പലോബാക്ടർ ജെജിനെ, ഷിഗെല്ല, എസ്കെരീഷ്യ കോളൈ, ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ്, വിബ്രിയോ, ക്ലോസ്ട്രിഡിയം ബോട്ടിലം. Foodborne illnesses may lead to dehydration, hemolytic uremic syndrome, HUS, and other complications. Foodborne illness ഓരോ ടൈപ്പ് ബാക്ടീരിയ അനുസരിച്ച് പല പല സിംറ്റംസ് ആയിരിക്കും കാണുന്നത്. എന്നാൽ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിംറ്റമാണ് ഡീഹൈഡ്രേഷൻ, അതുപോലെ HUS, hemolytic uremic syndrome, and other complications. Acute foodborne illnesses may also lead to chronic or long-lasting health problems. ഇങ്ങനെ കുറെ നാള് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. ഇത് ക്രോണിക് ആയിട്ട് കുറെ കാലം ഇങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. Dehydration. When someone does not drink enough fluids to replace those that are lost through vomiting and diarrhea, dehydration can result. When dehydrated, the body lacks enough fluid and electrolytes, minerals in salts including sodium, potassium, and chloride to function properly. Infants, children, older adults, and people with weak immune system have greatest risk of becoming dehydrated. അപ്പോൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിന്
ഫ്ലൂയിഡ് ഇല്ല. എന്ത് വെച്ച് ഫ്ലൂയിഡ് കണ്ടന്റിന് വോമിറ്റിംഗ് കാരണം അല്ലെങ്കിൽ ഡയറിയ കാരണം ഒക്കെ ഫ്ലൂയിഡ് കണ്ടന്റ് അങ്ങ് പുറത്തേക്ക് പോയി. ആ പോയ ഫ്ലൂയിഡ് പിന്നെ എന്ത് ചെയ്തില്ല, നമ്മൾ തിരിച്ച് അകത്തേക്ക് എടുത്തില്ല, റീഹൈഡ്രേറ്റ് ചെയ്തില്ല. അപ്പൊ does not drink enough fluid to replace those that can be lost through vomiting and diarrhea. അല്ലെങ്കിൽ severe vomiting, diarrhea, infection ഒക്കെ വരുമ്പോൾ സിവിയർ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ ഒരുപാട് വോമിറ്റിംഗും ഡയറിയ ഉണ്ട്. ഈ വോമിറ്റിംഗ് ഡയറിയ എന്നൊക്കെ പറയുമ്പോൾ ഫ്ലൂയിഡ് ലോസ് ആണ്, നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ് ആണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫ്ലൂയിഡ് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ തിരിച്ച് അതേ ക്വാണ്ടിറ്റിയിൽ ഫ്ലൂയിഡ് എടുത്ത് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന എന്തൊരു ഫ്ലൂയിഡും പോവും, അതുപോലെ ഇലക്ട്രോലൈറ്റ്സും കുറയും. മിനറൽസ്, നമ്മുടെ ബോഡിയിലുള്ള മിനറൽസ്, സോൾട്ട്സ്, അതായത് സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, ഇതൊന്നും ആവശ്യത്തിൽ കാണത്തില്ല. Infants, children, older adults, and people with weak immune system have greatest risk of becoming dehydrated. Risk ഇവരിലൊക്കെയാണ് കൂടുതൽ. Signs of dehydration are excessive thirst. വാട്ടർ കണ്ടന്റ് കുറവാണ്, അതുകൊണ്ടാണ് excessive thirst. Infrequent urination. യൂറിന്റെ പാറ്റേൺ ഒക്കെയാണ് തെറ്റും. ചിലപ്പോൾ നമുക്ക് ഒരുപാടായിട്ട് യൂറിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂറിനേഷൻ വളരെ കുറയും. ഡാർക്ക് കളേർഡ് യൂറിൻ, ഭയങ്കര ഡാർക്ക് യെല്ലോ കളറുള്ള യൂറിൻ ആയിരിക്കും, യെല്ലോയിഷ് റെഡ് ടിഞ്ച് ഒക്കെ വരും. Lethargy, dizziness or faintness. Signs of lethargy, dizziness or faintness. നമുക്കൊരു തളർച്ച പോലെ, തലകറക്കം പോലെയൊക്കെ തോന്നും. ഇനി സൈൻസ് ഓഫ് ഡീഹൈഡ്രേഷൻ ഇൻ ഇൻഫന്റ്സ് ആൻഡ് യങ് ചിൽഡ്രൻ. കൊച്ചുകുട്ടികളൊക്കെ, ഇത് അഡൽട്സിന്റെ കേസാണ് പറയുന്നത്. കൊച്ചുകുട്ടികളിൽ കുറച്ചുകൂടി നമുക്ക് കാണാൻ പറ്റുന്ന സിംറ്റംസ്, ഡ്രൈ മൗത്ത് ആൻഡ് ടങ്. അപ്പൊ കൊച്ചു കുഞ്ഞിനെയൊക്കെയാണ് പരിശോധിക്കുന്നത്, നമുക്ക് ആ ടങ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നത് കാണാം. അതുപോലെ മൗത്തിന്റെ അകത്തൊക്കെ നമ്മൾ പരിശോധിക്കുന്നത് ഡ്രൈ ആയിട്ടിരിക്കും. ലാക്ക് ഓഫ് ടിയേഴ്സ് വൈൽ ക്രൈം. സിവിയർ ഡീഹൈഡ്രേഷൻ ഒക്കെ ആണെങ്കിൽ കണ്ണുനീര് ഉണ്ടാവില്ല. നോ വെറ്റ് ഡയപ്പേഴ്സ് ഫോർ 3 hours ഓർ മോർ. കുട്ടികളുടെ ഫ്രീക്വൻസി അനുസരിച്ച് ഒരു 3 മണിക്കൂറിലൊക്കെ യൂറിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് യൂറിനേഷൻ കുറയുന്ന, വാട്ടർ ഔട്ട്പുട്ട് കുറയുന്നതാണ് അല്ലെ. 3 മണിക്കൂറൊക്കെ ആയിട്ടും ഡയപ്പറിൽ വെറ്റിംഗ് ഇല്ല, അതായത് യൂറിനേറ്റ് ചെയ്തിട്ടില്ല. ഹൈ ഫീവർ, യൂഷ്വലി ക്രാങ്കി ഓർ ഡ്രൗസി ബിഹേവിയർ. കുഞ്ഞ് ഭയങ്കര തളർന്ന് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും, ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. സങ്കൺ ഐസ്, കണ്ണൊക്കെ താന്ന് കുഞ്ഞിരിക്കും. ചീക്സ്, അതുപോലെ നമ്മുടെ കവിളും ഇങ്ങനെ താന്നിരിക്കും. സോഫ്റ്റ് സ്പോട്ട് ഇൻ ദ സ്കൾ. നമ്മുടെ സ്കൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ ആകുമ്പോൾ സ്കളിൽ നമുക്ക് പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഒരു ഡിപ്രഷൻ പോലെ, ഒരു സോഫ്റ്റ് സ്പോട്ട് പോലെ കാണും. So signs of dehydration are excessive thirst, infrequent urination, dark colored urine, lethargy, dizziness or faintness. Signs of dehydration in children and infants: dry mouth and tongue, lack of tears when crying, no wet diapers for 3 hours or more. Urine output കുറയും. High fever, drowsy behavior, sunken eyes. Also, when people are dehydrated, their skin does not flatten back to normal right away after being gently pinched and released. Severe dehydration may require intravenous fluids and hospitalization. അതുപോലെ അഡൾട്ട്സ് ആണെങ്കിലും നമ്മുടെ സ്കിന്നൊക്കെ ഒരു നമ്മളിങ്ങനെ പിച്ചയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കിൻ പെട്ടെന്ന് നോർമലായിട്ട് തിരിച്ചു വരില്ല, റിങ്കിൾഡ് ആയിട്ട് തന്നെ ഇരിക്കും. അതിന് കാരണം എന്താണ്? ആഫ്റ്റർ ബീങ് ജെന്റ്ലി പിൻച്ച്ഡ് ആൻഡ് റിലീസ്. നോർമലി നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ, പിഞ്ച് ചെയ്തിട്ട് റിലീസ് ചെയ്യുമ്പോൾ നോർമൽ ആകേണ്ടതാണ്, പക്ഷെ അങ്ങനെ ആവില്ല. ഡീഹൈഡ്രേഷൻ കാരണം വാട്ടർ കണ്ടന്റ് അത്രയും കുറഞ്ഞിരിക്കുന്നുണ്ട്. സിവിയർ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ മൈൽഡ് ടു മോഡറേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓറൽ ഡീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഒക്കെ കൊടുത്ത് റീപ്ലേനിഷ്. സിവിയർ ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി IV ഫ്ലൂയിഡ്സ് കൊടുത്തേ പറ്റുള്ളൂ. Untreated severe dehydration can cause serious health problems such as organ damage, shock or coma, a sleep-like state in which a person is not conscious. അതുപോലെ നമ്മൾ പറയുന്ന പോലെ ഇപ്പൊ ഈ ഡീഹൈഡ്രേഷൻ പറയുന്നത് സങ്കൺ ഐസും അല്ലെങ്കിൽ ഇൻഫ്രീക്വന്റ് യൂറിനേഷൻ അങ്ങനെ കുറച്ച് സിംറ്റംസിൽ നിൽക്കുന്ന കാര്യമല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് ആണെങ്കിലും മെഡിസിൻസ് മതി. സിവിയർ ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരും, IV ഫ്ലൂയിഡ്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഓർഗൻ ഡാമേജ്, ഇന്റേണൽ ഓർഗൻസിന്റെ ഡാമേജ്, ഷോക്ക് ആൻഡ് കോമ. അതായത് പേഷ്യന്റ് കോമയിലേക്ക് വരെ പോകാം. അപ്പൊ നമ്മൾ ഡീഹൈഡ്രേഷനെ പറ്റി പറയുന്നത് കോമൺ സിംറ്റംസ് ഓഫ് ഫുഡ് ബോൺ ഇൽനെസ്. നമ്മൾ ഫുഡ് ബോൺ ഇൽനെസ്സിൽ എന്തുകൊണ്ടാണ് കോസ് എന്ന് പറഞ്ഞ് ചില കോമൺ ബാക്ടീരിയയുടെ പേര് നോക്കി കോമൺ സിംറ്റംസ് നോക്കി. ഹീമോലിറ്റിക് യൂറിമിക് സിൻഡ്രോം, ഡീഹൈഡ്രേഷൻ, അതർ കോംപ്ലിക്കേഷൻ. അതിൽ ഡീഹൈഡ്രേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ബോൺ ഇൽനെസ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ അതിലാദ്യമേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ബോൺ ഇൽനെസ്. ഫുഡ് ബോൺ ഇൽനെസ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം.
ഇൽനെസ് എന്ന് പറയുമ്പോൾ അസുഖം എന്ന അർത്ഥമുണ്ട്. ഫുഡ് ബോൺ ഇൽനെസ്. അതിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് ആൻഡ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻസ്. ഫുഡിൽ നിന്നുണ്ടായ അസുഖം അതാണ് ഫുഡ് ബോൺ ഇൽനെസ്. അത് രണ്ട് തരമാകാം. ഫുഡ് ബോൺ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ. എന്താണ് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ? Caused by consuming food or liquids contaminated with bacteria, viruses or parasites. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഫുഡിലൂടെ എന്തെങ്കിലും ബാക്ടീരിയയോ വൈറസോ ഫംഗയോ ഏതെങ്കിലും ഒരു തരം പാത്തജൻ കയറുവാണെങ്കിൽ നമ്മൾ അതിനെയാണ് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. These pathogens cause infection by invading and multiplying in the lining of the intestine or other tissues. ഈ പാത്തജൻസ് എന്തെയും ബാക്ടീരിയ വൈറസ് എന്തായാലും നമ്മുടെ ബോഡിയിൽ കയറിയിട്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റിനകത്ത് ഡൈജസ്റ്റിനകത്ത് GIT-ക്കകത്ത് മൾട്ടിപ്ലൈ ചെയ്യും. ഇൻവേഡിങ് ആൻഡ് മൾട്ടിപ്ലൈങ് ഇൻ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ആൻഡ് റിലീസിങ് ടോക്സിൻ. അതുപോലെ ബാക്ടീരിയ ആണെങ്കിലോ അത് ചില എക്സോടോക്സിൻസിനെ റിലീസ് ചെയ്യും, ചില പോയിസണസ് സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ്, foodborne intoxication caused by consuming food or beverages already contaminated with the toxin. Already ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ഉള്ള ഫുഡ് കഴിക്കുക, അതാണ് foodborne intoxication. Certain bacteria pre-form toxin, poisonous chemicals, natural toxins found in animals, plants and fungi. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് ഫുഡിൽ നിന്ന് വരുന്ന അസുഖങ്ങളാണ് ഫുഡ് ബോൺ ഇൽനെസ് എന്ന് പറയുന്നത്. അത് രണ്ട് തരമാവാം. ഫുഡ് ബോൺ ഇൻഫെക്ഷനും ആവാം, ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷനും ആവാം. ഞാനൊരു ഫുഡ് കഴിച്ചു, ആ ഫുഡിലൂടെ ഒരു ഓർഗാനിസം എന്റെ ശരീരത്തിലേക്ക് കയറി, അതിനെ എന്തെന്ന് പറയും? ഇൻഫെക്ഷൻ എന്ന് പറയും. ഇനി ഈ ഓർഗാനിസം എന്റെ ശരീരത്തിനകത്ത് ചെന്ന് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയും അത് കാരണം എനിക്ക് അസുഖം വരികയും ചെയ്യും. ബാക്ടീരിയ ആണെങ്കിൽ അത് ചില ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അന്നേരമാണ് ഇതിനെ ഫുഡ് ബോൺ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ആ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ഉണ്ട്, ഇൻഫെക്ഷന്റെ കേസിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ഉണ്ട്, അത് നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ചു അത് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് അതിന്റെ നമ്പർ കൂടുന്നു, അതിനനുസരിച്ച് നമുക്ക് അസുഖങ്ങൾ വരുന്നു. ബാക്ടീരിയ ആണെങ്കിൽ ചില ടോക്സിൻസും പ്രൊഡ്യൂസ് ചെയ്യും. ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന് ചില ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ ഓൾറെഡി ഈ ഫുഡിൽ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, പോയിസണസ് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്ടീരിയ അകത്ത് ചെന്ന് വളർന്നിട്ടൊന്നും വേണ്ട ഈ ടോക്സിൻ നമുക്ക് കിട്ടാൻ. കഴിക്കുമ്പോഴേ ഈ ടോക്സിക് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്, ടോക്സിന്റെ പ്രസൻസ് ഉണ്ട് ഫുഡിൽ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോയിസണും കൊണ്ട് ഫുഡ് കണ്ടാമിനേറ്റഡ് ആണ്. ഇപ്പൊ എല്ലാത്തരം പോയിസണും ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, അല്ലാതെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ഇതെല്ലാം പോയിസൺസ് ഉണ്ട്. ആ ഏതെങ്കിലും പോയിസൺ കൊണ്ട് ഫുഡ് കണ്ടാമിനേറ്റഡ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ഒരു പോയിസൺ നമ്മുടെ ബോഡിയിൽ എത്തുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇൻടോക്സിക്കേഷൻ എന്ന് പറയും. ഒരു ഓർഗാനിസം ആണ് ഉള്ളിൽ എത്തുന്നതെങ്കിൽ നമ്മൾ അതിനെ ഇൻഫെക്ഷൻ എന്ന് പറയും. ഓക്കെ, ഫുഡിൽ നിന്ന് ഒരു ഓർഗാനിസം ശരീരത്തിൽ കയറി ആ ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ മൾട്ടിപ്ലൈ ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ദാറ്റ് ഇസ് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ. ഒരു പോയിസൺ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറി ഡയറക്റ്റ് ആയിട്ട് തന്നെ സിംറ്റംസ് ഉണ്ടാക്കും, അതാണ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ. രണ്ടും ഫുഡ് ബോൺ ഇൽനെസ്സിനകത്ത് വരുന്നുണ്ട്. ഇൻഫെക്ഷൻ വേഴ്സസ് ഇൻടോക്സിക്കേഷൻ ആ ഡിഫറൻസ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. കമ്പയർ ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് cause of infection, bacteria, virus or parasites. Cause of intoxication, toxin. Intoxicationന്റെ കേസിൽ ഒരു പോയിസൺ ആയിരിക്കും. ഇൻഫെക്ഷന്റെ കേസിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസം ആയിരിക്കും കോസേറ്റീവ് ഫാക്ടർ. മെക്കാനിസം ഓഫ് ഇൻഫെക്ഷൻ, invade or multiply within the lining of intestine. Intoxication, no invasion or multiplication. ഈ ഇൻഫെക്ഷന്റെ കേസിൽ ഈ പറയുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഒക്കെ നമ്മുടെ ശരീരത്തിനകത്ത് കയറുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻടോക്സിക്കേഷന്റെ കേസിൽ ഈ ടോക്സിൻ ഇനി അവിടെ അകത്ത് ഒരു ഓർഗാനിസം ചെന്ന് മൾട്ടിപ്ലൈ ഒന്നും ചെയ്തില്ല, ഡയറക്റ്റ് ആയിട്ട് ടോക്സിൻ ആണ് അതിന്റെ എഫക്ട് കോസ് ചെയ്യുന്നത്. അതായത് ഈ ബാക്ടീരിയ ഗ്രോ ചെയ്ത് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്താലേ ഇവിടെ ഇൻഫെക്ഷൻ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓൾറെഡി ടോക്സിൻ ഉണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് hours to days, minutes to hours. ഇൻഫെക്ഷന്റെ കേസിൽ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ സിംറ്റംസ്, അതായത് ആദ്യത്തെ ഇൻഫെക്ഷൻ തുടങ്ങി ആദ്യത്തെ സിംറ്റം കാണുന്ന വരെയുള്ള ടൈം പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ് കുറച്ചുകൂടി ലോങ് ആണ് ഇൻഫെക്ഷൻ, കാരണം ഈ ബാക്ടീരിയ അകത്ത് ചെല്ലണം, അതവിടെ ഗ്രോ ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ വൈറസ് ആയാലും പാരസൈറ്റ് ഏതായാലും അതിനകത്ത് പോയി ഗ്രോ ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയമൊക്കെ വേണം. പക്ഷെ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആ പോയിസൺ അങ്ങ് ചെല്ലണം, അപ്പൊ അത് വേഗം തന്നെ അതിന്റെ ഇഫക്റ്റ് കോസ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ മിനിറ്റ്സ് ടു അവേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് സിംറ്റംസ് കാണാൻ പറ്റും. ഇനി എന്താണ് സിംറ്റംസ് ഇൻ കേസ് ഓഫ് ഇൻഫെക്ഷൻ? ഡയറിയ, നോസിയ ഓർ വോമിറ്റിംഗ്, അബ്ഡോമിനൽ ക്രാംസ്, ഫീവർ. ഇൻടോക്സിക്കേഷന്റെ കേസിൽ വോമിറ്റിംഗ്, നോസിയ, ഡയറിയ, ഡബിൾ വിഷൻ, വീക്ക്നെസ്, respiratory failure, numbness, sensory and motor dysfunction.
ഡയറക്റ്റ് പോയിസൺ ആയിട്ട് നമ്മുടെ നെർവ്സിനെയൊക്കെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് സെൻസറി ആൻഡ് മോട്ടോർ ഡിസ്ഫങ്ഷനും നംബ്നെസ്സും ഒക്കെ അതുപോലെ ഡബിൾ വിഷനും ഒക്കെ തോന്നുന്നത്. Transmission can be spread from person to person via fecal-oral route. Intoxication not communicable. ഇപ്പൊ എന്റെ ശരീരത്തിനകത്ത് നേരത്തെ പറഞ്ഞ ഒരു ബാക്ടീരിയ കയറി, ഫോർ എക്സാമ്പിൾ ഷിഗല്ലയുടെ കേസ് പറഞ്ഞപ്പോ, അപ്പൊ നമ്മൾ ഫീക്കൽ മാറ്റർ പാസ് ചെയ്യുമ്പോൾ അതിലൂടെ ആ ബാക്ടീരിയ പുറത്തേക്ക് പോകും. ആ ഹാൻഡ്സ് ഹൈജീനിക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വേറൊരാൾ കഴിക്കുന്ന ഫുഡിനെ കണ്ടാമിനേറ്റ്, ആ ഫുഡ് വേറൊരാളായിരിക്കും അതിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഫീക്കോ-ഓറൽ ട്രാൻസ്മിഷൻ പറ്റും. എന്റെ ശരീരത്തിലുള്ള ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അതിന് വേറൊരാളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. പക്ഷെ പോയിസൺ അങ്ങനെയല്ല. എന്റെ ശരീരത്തിൽ ഒരു പോയിസൺ കയറിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഹാർംഫുൾ എഫക്ട് കോസ് ചെയ്യുന്നതല്ലാതെ വേറൊരാളിലേക്ക് അത് സ്പ്രെഡ് ആവില്ല. അപ്പൊ ടോക്സിന്റെ കേസിൽ നോട്ട് കമ്മ്യൂണിക്കബിൾ. ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ഫുഡ് contamination in case of infection, inadequate cooking, cross contamination, poor personal hygiene, bare hand contact. എങ്ങനെയൊക്കെയാണ് ഈ പാത്തജൻസ് നമ്മുടെ ഫുഡിലേക്ക് കയറുന്നത്? പ്രോപ്പർ ആയിട്ട് കുക്ക് ചെയ്യാത്തപ്പോൾ, നേരത്തെ പറഞ്ഞ ക്രോസ് കണ്ടാമിനേഷൻ, പ്രോപ്പർ ഹൈജീൻ ഇല്ലാത്ത കണ്ടീഷൻസ്. ഇൻടോക്സിക്കേഷന്റെ കോസസ്, കണ്ടാമിനേഷന്റെ കോസസ്, ഇൻഅഡിക്വേറ്റ് കുക്കിംഗ്, ഇംപ്രോപ്പർ ഹോൾഡിംഗ്, ടെമ്പറേച്ചേഴ്സ്. അവിടെ ഇൻഅഡിക്വേറ്റ് കുക്കിംഗ് അതുപോലെ ഇംപ്രോപ്പർ ടെമ്പറേച്ചർ ഓഫീസ്, ഇംപ്രോപ്പർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ബാക്ടീരിയ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ടോക്സിൻസിനെ റിലീസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ടോക്സിനോട് കൂടി നമ്മൾ കഴിക്കുമ്പോൾ അത് ഇൻടോക്സിക്കേഷൻ. മേജർ ഫുഡ് ബോൺ ഹസാർഡ്സ്, അതായത് നമുക്ക് ഫുഡ് ബോൺ ഹസാർഡ്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് സിംറ്റംസ് ആൻഡ് ലോവർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് സിംറ്റംസ്. അപ്പർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മൗത്ത്, ഈസോഫേഗസ്, സ്റ്റൊമക്ക്, ഡുവോഡിനം, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഡുവോഡിനം വരെയുള്ള പാർട്ട്. ബാക്കി സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയും ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെയും പാർട്ട് റെക്ടം, ഏനസ് വരെ നമ്മൾ എന്ത് പറയും? ലോവർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയും. അപ്പോൾ ഫുഡ് ബോൺ ഇൻഫെക്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് സിംറ്റംസും ലോവർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് സിംറ്റംസും. അപ്പർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡുവോഡിനം വരെ, മൗത്ത് തൊട്ട് ഡുവോഡിനം വരെയുള്ള, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഡുവോഡിനം വരെയുള്ള ഭാഗം. അപ്പൊ അവിടെ ആണെങ്കിൽ സിംറ്റംസ് എന്തായിരിക്കും കാണുന്നത്? നോസിയ ആൻഡ് വോമിറ്റിംഗ്. അതേസമയം ചില പോയിസൺസ് ലോവർ GIT സിംറ്റംസ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. അവിടെ എന്തൊക്കെ കാണാൻ പറ്റും? അബ്ഡോമിനൽ ക്രാംസ്, ഡയറിയ, അതൊക്കെ ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് സിംറ്റംസ്. അസോസിയേറ്റഡ് ഓർഗാനിസം ഓർ ടോക്സിൻ. ഇപ്പൊ മെറ്റാലിക് സോൾട്സ്, എന്തെങ്കിലും മെറ്റൽസ് ഒക്കെയാണ് ടോക്സിൻ ആയിട്ട് ചെല്ലുന്നതായിരിക്കും. ഇൻടോക്സിക്കേറ്റ് ആവുകയാണെങ്കിൽ ടൈം ഓഫ് ഓൺസെറ്റ് ഓഫ് സിംറ്റംസ് ലെസ് ദാൻ 1 hour, 1 മണിക്കൂർ പോലും വേണ്ട സിംറ്റംസ് കണ്ടു തുടങ്ങും. മെയിൻ ആയിട്ട് കാണുന്ന സിംറ്റംസ് നോസിയ, വോമിറ്റിംഗ്, അതുപോലെ വായിലൊരു അൺയൂഷ്വൽ ടേസ്റ്റ്, ബേണിംഗ് ഓഫ് മൗത്ത്. സാമ്പിൾസ് ഫ്രം കേസസ് ആൻഡ് ഫുഡ് ഹാൻഡ്ലേഴ്സ്. നമ്മൾ എന്ത് സാമ്പിളാ കളക്ട് ചെയ്യുക? അവരുടെ വോമിറ്റും അതുപോലെ യൂറിൻ സാമ്പിൾ, മെറ്റൽ ആയതുകൊണ്ട് തന്നെ യൂറിൻ സാമ്പിൾ, പിന്നെ ബ്ലഡും സ്റ്റൂളും ഒക്കെ കളക്ട് ചെയ്യും. അടുത്തത് നൈട്രേറ്റ്സ് ആണെങ്കിൽ അതും ഇൻടോക്സിക്കേഷൻ ആണ്. വിത്തിൻ 1 to 2 hours ആണ് സിംറ്റംസ് കാണുന്നത്. മെയിൻ ആയിട്ട് നോസിയ, വോമിറ്റിംഗ്, സയനോസിസ്, ബ്ലൂയിഷ് ഡിസ്കളറേഷൻ, ഹെഡേക്ക്, ഡിസിനെസ്, ഡിസ്നിയ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ട്രെംബ്ലിംഗ്, വീക്ക്നെസ്, ലോസ് ഓഫ് കോൺഷ്യസ്നസ്. അവിടെ ബ്ലഡ് സാമ്പിൾ ആണ് എടുക്കുന്നത് പരിശോധിക്കാൻ. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആൻഡ് ഇറ്റ്സ് എൻറ്ററോടോക്സിസ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ബാക്ടീരിയ ആണെങ്കിൽ അപ്പൊ അവിടെ അത് ഇൻഫെക്ഷനും ആവാം, അല്ലെങ്കിൽ ആ ബാക്ടീരിയ ടോക്സിൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇൻടോക്സിക്കേഷനും. അവിടെ ടൈം 1 to 6 hours എടുക്കും. ഒരു ആവറേജ് 2 to 4 hours. അവിടെ സിംറ്റംസ് നോസിയ, വോമിറ്റിംഗ്, റെച്ചിങ് വീണ്ടും വീണ്ടും ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി, സൗണ്ട് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഡയറിയ, അബ്ഡോമിനൽ പെയിൻ, പ്രോസ്ട്രേഷൻ, ബോഡി ഫുള്ളി ഇറക്റ്റായി സ്റ്റിഫ് ആയിട്ട്. അവിടെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് സ്റ്റൂള്, വോമിറ്റ്, അതുപോലെ നോസ്ട്രിൽ നിന്നൊക്കെയുള്ള സാമ്പിൾസ്, സ്വാബ് എടുക്കും. നെക്സ്റ്റ് ബാസിലസ് സീരിയസ്. ഇതിന്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ 8 to 16 hours ആണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. വോമിറ്റിംഗ്, അബ്ഡോമിനൽ ക്രാംസ്, ഡയറിയ, നോസിയ. അപ്പർ GIT ആണെങ്കിലും ഡയറിയയും കാണും ചില കേസുകളിൽ. റെക്ടൽ സ്വാബ്, സ്റ്റൂൾ. മെയിൻ ആയിട്ടും അപ്പർ GIT സിംറ്റംസ് ആണ് കാണുന്നത്. മൈക്കോടോക്സിൻ, അമാനിറ്റ സ്പീഷീസ്, ഫംഗസ്. ചില മഷ്റൂംസ് ഒക്കെയാണ് ഈ അമാനിറ്റ സ്പീഷീസ്, ഫംജൈ ആണത്. അപ്പൊ മൈക്കോടോക്സിൻ, ആ പോയിസൺ എന്ന് പറയുന്ന പേരാണ് മൈക്കോടോക്സിൻ. 6-24 hours സിംറ്റംസ് കാണും. നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, തേഴ്സ്റ്റ്, ഡയലിറ്റേഷൻ ഓഫ് പ്യൂപ്പിൾസ്, കൊളാപ്സ് ആൻഡ് കോമ. യൂറിൻ, ബ്ലഡ്, SGOT, നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതുപോലെ വോമിറ്റസ്, ഇതൊക്കെയാണ് സാമ്പിൾ എടുക്കുന്നത്. അടുത്ത നോറോ വൈറസിന്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ 12 to 48 hours ടൈം. നോസിയ, വോമിറ്റിംഗ്, വാട്ടറി നോൺ ബ്ലഡി ഡയറിയ. വാട്ടറി നേച്ചർ ഉള്ള ഡയറിയ ആയിരിക്കും. ഡീഹൈഡ്രേഷൻ. സ്റ്റൂൾ സാമ്പിൾ ആണ് ഇവാലുവേഷൻ എടുക്കുന്നത്.
നെക്സ്റ്റ് ലോവർ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്ട് സിംറ്റംസ് ആണ് കൂടുതൽ. ഈ ആദ്യം പറഞ്ഞ കേസിൽ ഇപ്പൊ നമുക്ക് അപ്പർ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ സിംറ്റംസ് ആണ് കൂടുതൽ. ഇപ്പൊ നോസിയും വോമിറ്റിങ്ങും അപ്പർ സിംറ്റംസും അതുപോലെ ഡയറിയ ഒക്കെ ലോവർ സിംറ്റംസ് ആണെങ്കിലും കൂടുതലായിട്ട് കാണുന്നത് അപ്പർ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്ട് സിംറ്റംസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാറ്റഗറിയിൽ കൂടുതലും ലോവർ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്റ്റിലാണ് സിംറ്റംസ് കണ്ടത്. അതായത് ഡയറിയ ഒക്കെ ആയിരിക്കും കൂടുതൽ, വോമിറ്റിംഗ് ഉണ്ടായിരിക്കും, പക്ഷെ അതിനെക്കാട്ടിലും പ്രൊഡോമിനേറ്റ് ചെയ്യുന്നത് ലോവർ GIT സിംറ്റംസ് ആയിരിക്കും. ക്ലോസ്ട്രീഡിയം പെർഫറിൻജസ്, ബാസിലസ് സീരിയസ് ഈ ബാക്ടീരിയ ഒക്കെ ആണെങ്കിൽ 2 to 36 hours എടുക്കും ടൈം. സിംറ്റംസ് അബ്ഡോമിനൽ ക്രാംസ്, ഡയറിയ, പ്യൂട്രിഫാക്റ്റീവ് ഡയറിയ, അതൊന്ന് നോട്ട് ചെയ്തോളൂ. പ്യൂട്രിഫാക്റ്റീവ് ഡയറിയ കോസ് ചെയ്യുന്നത് ക്ലോസ്ട്രീഡിയം പെർഫറിൻജസ് ആണ്. സംടൈംസ് നോസിയ ആൻഡ് വോമിറ്റിംഗ്, റെക്ടൽ സ്വാബ്സ്. നെക്സ്റ്റ് സാൽമണല്ല സ്പീഷീസ്, ഷിഗെല്ല എറോമണസ്, എൻറ്ററോപത്തോജനിക് ഈ കോളൈ, അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഓൾമോസ്റ്റ് എല്ലാ ബാക്ടീരിയയും വന്ന എക്സാമ്പിൾ ആയിട്ട്. 6 to 96 hours ആണ് ഇൻക്യുബേഷൻ പീരീഡ്. ഫീവർ, അബ്ഡോമിനൽ ക്രാംസ്, ഡയറിയ, വോമിറ്റിംഗ്, ഹെഡേക്ക് ഒക്കെ കാണും. വിബ്രിയോ കോളറെ, വിബ്രിയോ ബുള്ളിഫ്യൂക്കസ്, വിബ്രിയോ ഫ്ലൂവിയാലിസ്, വിബ്രിയ പാരാഹീമോലിറ്റിക്കസ്, പലതരം വിബ്രിയോ ബാക്ടീരിയ ആണെങ്കിൽ 6 hours to 5 days വരെ ആകാം ഇൻക്യുബേഷൻ പീരീഡ്. സിംറ്റംസ് അബ്ഡോമിനൽ ക്രാംസ്, അതായത് വയർവേദന, ഡയറിയ, വോമിറ്റിംഗ്, ഫീവർ, മലേസ്, ജനറൽ ആയിട്ടുള്ള ഒരു ക്ഷീണം, ഒരു പനി, നോസിയ, ഹെഡേക്ക്, ഡീഹൈഡ്രേഷൻ, സംടൈംസ് ബ്ലഡി ഓർ മ്യൂക്കോയിഡ് ഡയറിയ, ക്യൂട്ടീനിയസ് ലീഷൻസ് അസിസ്റ്റ് വിബ്രിയോ വെള്ളിഫ്യൂക്കസ്. വിബ്രിയോ വെള്ളിഫ്യൂക്കസ് ആണെങ്കിൽ സ്കിന്നിലൊക്കെ നമുക്കിങ്ങനെ ലീഷൻസ് കാണാൻ പറ്റും. സ്റ്റൂൾ സാമ്പിൾ ആണ് എടുക്കുന്നത്. എൻറ്ററോ ഹെമറേജിക് ഈക്കോളൈ, ഡയറിയ ഓപ്പൺ ബ്ലഡി. അപ്പൊ ഹെമറേജിക് എന്ന വാക്കിൽ നിന്ന് തന്നെ അറിയാം അവിടെ ബ്ലഡി ഡയറിയ ആയിരിക്കും. അബ്ഡോമിനൽ പെയിൻ, നോസിയ, വോമിറ്റിംഗ്, മെലൈസ്, ഫീവർ. സ്റ്റൂൾ, റെക്ടൽ സ്വാബ്സ് ഒക്കെയാണ് സാമ്പിൾ. റോട്ട വൈറസ്, ആസ്ട്രോവൈറസ്, എൻറ്ററിക് അഡിനോവൈറസ്, ഫീവർ, വോമിറ്റിംഗ്, വാട്ടറി, നോൺ ഇൻഫ്ലമേറ്ററി ഡയറിയ. 3 to 5 days ആണ് ഇൻക്യുബേഷൻ പീരീഡ്. സ്റ്റൂൾ സാമ്പിൾ എടുക്കുക, വോമിറ്റേഴ്സും എടുക്കുക. എഴ്സീനിയ എൻറ്ററോകോളൈറ്റിക്ക, 3 to 7 days ഇൻക്യുബേഷൻ പീരീഡ്. ഫീവർ, ഡയറിയ, അബ്ഡോമിനൽ പെയിൻ ആണ്. ക്യാൻ മിമിക് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ്. അപ്പൻഡിസൈറ്റിസിന്റെ സിംറ്റംസ് പോലെ നമുക്ക് തോന്നിയേക്കാം. സിമിലർ പ്രസന്റേഷൻ ആയിരിക്കും. സ്റ്റൂൾ സാമ്പിൾ ആണ് എക്സാമിനേഷൻ. ഗ്യാർഡിയ ലാംബ്ലിയ, 1 to 6 weeks ആണ് ഇൻക്യുബേഷൻ പീരീഡ്. ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ആണ്. മ്യൂക്കോയിഡ് ഡയറിയ, അബ്ഡോമിനൽ പെയിൻ, ഫ്ലാറ്റുലൻസ്, വെയിറ്റ് ലോസ്. സ്റ്റൂൾ സാമ്പിൾ ആണ് എടുക്കുന്നത്. എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക, കോമൺ ആയിട്ടുള്ള അമീബിയാസിസ്, അബിമിയസ് ഇൻഫെക്ഷൻ ആണ്. 1 to several weeks വരെ എടുക്കാം ടൈം. സിംറ്റംസ് അബ്ഡോമിനൽ പെയിൻ, ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, ഹെഡേക്ക്, ഡ്രൗസിനെസ്, അൾസേഴ്സ്. സ്റ്റൂൾ സാമ്പിൾ എടുക്കുന്നത്. ടീനിയ സെജാനേറ്റ, ടീനിയ സുലൻ, ടേപ്പർമാൻ, അവിടെ 3 to 6 months ഹെൽമെറ്റ് ആയതുകൊണ്ട് തന്നെ 3 to 6 months വരെ എടുക്കുക അതിന്റെ സിംറ്റംസ് കാണാൻ. നെർവസ്നെസ്, ഇൻസോംനിയ, ഹങ്കർ പെയിൻ, അനോറെക്സിയ, വിശപ്പൊക്കെ പോകുന്ന കണ്ടീഷൻ. ഇൻസോംനിയ എന്ന് പറയുമ്പോൾ ഉറക്കം നഷ്ടപ്പെടും. വെയിറ്റ് ലോസ്, അബ്ഡോമിനൽ പെയിൻ, സംടൈംസ് ഗ്യാസ്ട്രോഎൻറ്റൈറ്റിസ്. അവിടെ നമ്മൾ സ്റ്റൂളും റെക്ടൽ സ്വാബും ഒക്കെ എടുക്കും. ഇതില് ക്ലോസ്ട്രീഡിയം പെർഫറിൻജസ് പ്യൂട്രിഫാക്റ്റീവ് ഡയറിയ കോസ് ചെയ്യും, അതൊന്ന് നോട്ട് ചെയ്യുക. അതുപോലെ മ്യൂക്കോയിഡ് ഡയറിയ അല്ലെങ്കിൽ ഫാറ്റി ഡയറിയ, ഗ്യാർഡിയ ലാംബ്ലിയ എന്ന് പറയുന്ന സ്പീഷീസ്, അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ ടീനിയ, അത് വേം ഇൻഫെസ്റ്റേഷൻ ആയതുകൊണ്ട് അതിന്റെ സിംറ്റംസ് എല്ലാം തന്നെ നെർവസ്നെസ്, ഇൻസോംനിയ, ഹങ്കർ പെയിൻ, അനോറെക്സിയ, വെയിറ്റ് ലോസ്, അബ്ഡോമിനൽ പെയിൻ, അതൊക്കെയാണ് നോട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ സിംറ്റംസിനെ ക്ലാസിഫൈ ചെയ്തത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സിസ്റ്റത്തിൽ, നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റത്തിൽ എങ്ങനെയൊക്കെ സിംറ്റംസ് ഉണ്ടാക്കും, അപ്പർ GIT-യിലാണോ കൂടുതൽ സിംറ്റംസ് ഉണ്ടാക്കുന്നത്, അങ്ങനെയാണെങ്കിൽ വോമിറ്റിംഗ് ഒക്കെ ആയിരിക്കും കൂടുതൽ. അത് ലോവർ GIT-യിലാണോ സിംറ്റംസ് ഉണ്ടാക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഡയറിയ ഒക്കെ ആയിരിക്കും കൂടുതൽ. അടുത്തത് നമുക്ക് ഈ സിംറ്റംസിനെ തന്നെ ഈ ഇൻഫെക്ഷൻസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ന്യൂറോളജിക്കൽ സിംറ്റം, അലർജിക് സിംറ്റം, ജനറലൈസ്ഡ് ഇൻഫെക്ഷൻ സിംറ്റം. ന്യൂറോളജിക്കൽ സിംറ്റം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലായിരിക്കും അതിന്റെ സിംറ്റംസ് കാണുന്നത്. ഇനി അലർജിക് സിംറ്റംസ് പറയുമ്പോൾ കൂടുതലും സ്കിന്നിലാണ് സിംറ്റംസ് കാണുന്നത്. അടുത്തത് ജനറലൈസ് ഇൻഫെക്ഷൻ പറയുമ്പോൾ ജനറൽ ആയിട്ട് എല്ലാ സിസ്റ്റത്തിനെയും എഫക്ട് ചെയ്യും. GIT, സ്കിന്ന്, അതുപോലെ നെർവസ് എല്ലാത്തിനെയും എഫക്ട് ചെയ്യാം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ന്യൂറോളജിക്കൽ സിംറ്റംസ്, വിഷ്വൽ ഡിസ്റ്റർബൻസസ്, അത് നമുക്ക് കാഴ്ചക്ക് പെട്ടെന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഡബിൾ വിഷൻ, അതുപോലെ കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. വേർട്ടിഗോ, നമുക്ക് തല കറങ്ങുന്നുണ്ട്, ബാലൻസ് പോകുന്ന പോലെ തോന്നുക. ടിംഗ്ലിംഗ്, നമുക്കൊരു പിന്നുകൊണ്ടൊക്കെ കുത്തുന്ന പോലത്തെ ഒരു ഫീലിംഗ്. പാരാലിസിസ്, നമുക്ക് തളർച്ച അനുഭവപ്പെടുക. ഇതൊക്കെയാണ് ന്യൂറോളജിക്കൽ സിംറ്റംസ്. നെർവസിനെ ബാധിക്കുന്നുണ്ടാണ് ഈ സിംറ്റംസ് ഉണ്ടാകുന്നത്. ഇത്തരം സിംറ്റംസ് ഉണ്ടാക്കുന്ന പോയിസൺസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് ഏതൊക്കെയാണ്?
ഷെൽഫിഷ് ടോക്സിൻ. ഷെൽഫിഷ് നമ്മൾ സീന്നൊക്കെ കിട്ടുന്ന ഒരു തരം ഫിഷ് ആണ്. അപ്പൊ ഷെൽഫിഷിന്റെ ടോക്സിൻ ആണെങ്കിൽ ലെസ് ദാൻ 1 അവറിൽ തന്നെ ന്യൂറോളജിക്കലോ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ സിംറ്റംസ് കാണും. അവിടെ നമ്മൾ ഗ്യാസ്ട്രിക് ലാവേജ് ചെയ്ത് അവരുടെ സ്റ്റൊമക്കിലെ കണ്ടന്റ്സ് വാഷ് ഔട്ട് ചെയ്തിട്ട് ആ കണ്ടന്റ്സിനെയാണ് ആ സാമ്പിളാണ് നമ്മൾ എക്സാമിനേഷൻ വേണ്ടി എടുക്കുന്നത്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഈ ഷ്രിംപ് ഒക്കെ കഴിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. അതാണ് ലെസ് ദാൻ 1 അവറിന് അതിന്റെ ടൈം പീരിയഡ്. ഓർഗാനിക് ഫോസ്ഫേറ്റ്സ് ആണെങ്കിൽ gastroenteritis, nervousness, blurred vision, chest pain, cyanosis, twitching, convulsions. കൺവൾഷൻസ് നമുക്ക് ഫിറ്റ്സ് പോലെ ഇങ്ങനെ വരിക. ബ്ലഡ്, യൂറിൻ, ഫാറ്റ് ഒക്കെ ബയോപ്സിക്ക് എടുക്കാം. നെക്സ്റ്റ് മുസ്കേറിയ ടൈപ്പ് മഷ്റൂംസ്. അഗൈൻ നേരത്തെ പഠിച്ച പോലെ മഷ്റൂംസ് പഞ്ചയാണ്. എക്സസീവ് സലൈവേഷൻ, പെർസ്പിറേഷൻ, ഭയങ്കരമായിട്ട് സലൈവ വായിന്ന് വരിക, അതുപോലെ ഭയങ്കരമായിട്ട് വിയർക്കുക, ഗ്യാസ്ട്രോഎൻറ്ററൈറ്റിസ്, സ്റ്റൊമക്കില് ഇൻഫെക്ഷൻ ഉണ്ടാവുക, ഇറഗുലർ പൾസ്, പ്യൂപ്പിൾസ് കൺസ്ട്രക്ട്, നമ്മുടെ കണ്ണിലെ പ്യൂപ്പിൾസ് ഇങ്ങനെ ചുരുങ്ങി കൺസ്ട്രക്ട് ആയപ്പോൾ ആസ്മാറ്റിക് ബ്രീത്തിങ്, ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. അവിടെ വോമിറ്റ് സാമ്പിൾ ആണ് എക്സാമിനേഷൻ എടുക്കുന്നത്. നെക്സ്റ്റ് സിഗ്യൂറ്ററ പോയ്സൺ. സിഗ്യൂറ്ററ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഫിഷ് ആണ്. അപ്പൊ ആ ഫിഷിന്റെ ഇൻഫെക്ഷൻ ഉണ്ടായി, ആ ഫിഷ് നമ്മൾ കഴിച്ചിട്ട് നമുക്കത് ടോക്സിൻ ആവുകയാണ്. അതായത് ആ ഫിഷിന് നോർമലായിട്ട് കുഴപ്പമില്ല, പക്ഷെ ആർക്കെങ്കിലും ഒരു അലർജിക് റെസ്പോൺസ് വരികയാണെങ്കിൽ 1 to 6 hours tingling, numbness, gastroenteritis, temperature reversal, dizziness, dry mouth, muscle pain, dilated pupil, blurred vision, paralysis വരെ ഉണ്ടാവും. നെക്സ്റ്റ് ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺസ്, ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും എന്നൊക്കെയാണ് അത് കിട്ടുന്നത്. അത് ഫുഡിൽ കണ്ടാമിനേറ്റ് ചെയ്ത് നമുക്ക് ഇൻടോക്സിക്കേഷൻ ആയാൽ നോസിയ, വോമിറ്റിംഗ്, ടിംഗ്ലിംഗ്, ഡിസിനസ്, വീക്ക്നെസ്, അനോറെക്സിയ, വെയിറ്റ് ലോസ്, കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാകും. ബ്ലഡ്, യൂറിൻ ആൻഡ് ഗ്യാസ്ട്രിക് വാഷ് സാമ്പിൾസ് ആണ് എടുക്കുന്നത്. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ആൻഡ് ഇറ്റ്സ് ന്യൂറോടോക്സിൻസ്. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ഇൻഫെക്ഷൻസ് 2 to 6 hours, 2 hours to 6 days ആണ് 12 to 36 hours സിംറ്റംസ് കാണാൻ പറ്റും. വെർട്ടിഗോ, നേരത്തെ പറഞ്ഞ ബാലൻസ് വെക്കുക, തലകറങ്ങുന്നു, ഡബിൾ ഓർ ബ്ലർഡ് വിഷൻ ഡബിൾ ആവുന്നു, ലോസ് ഓഫ് ലൈറ്റ് റിഫ്ലെക്സ്, ഡിഫിക്കൽട്ടി ഇൻ സ്വോളോയിങ്, സ്പീക്കിംഗ് ആൻഡ് ബ്രീത്തിങ്, കഴിക്കാനും സംസാരിക്കാനും ശ്വാസം എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ബോട്ടിലിസം, ഡ്രൈ മൗത്ത്, വീക്ക്നെസ്, ഡിസെൻഡിങ്, ബൈലാറ്ററൽ ഫ്ലാസിക് പാരാലിസിസ്, അതായത് നമുക്ക് രണ്ട് സൈഡിലും പാരാലിസിസ് ഉണ്ടാവും. അത് പിന്നെ റെസ്പിറേറ്ററി പാരാലിസിസിലേക്ക് വരും, നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. വിത്ത് പ്രിസർവ്ഡ് സെൻസോറിയം, നമ്മുടെ ബോധം ഒന്നും പോകില്ല, നമുക്ക് അലേർട്ട് ഒക്കെ ആയിരിക്കും, കോൺഷ്യസ് ഒക്കെ ആയിരിക്കും, നമുക്ക് എല്ലാം അറിയായിരിക്കും, പക്ഷെ നമുക്ക് ശ്വാസം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. റെസ്പിറേറ്ററി പാരാലിസിസ്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കുന്നത് ഇങ്ങനെ കുറഞ്ഞു വരും. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനത്തിന്റെ സിംറ്റംസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യും. ഓർഗാനിക് മെർക്കുറി പോയ്സണിങ് ആണെങ്കിൽ 72 hours ശേഷം ആയിരിക്കും സിംറ്റംസ് കാണുന്നത്. നംബ്നെസ്, വീക്ക്നെസ് ഓഫ് ലെഗ്സ്, പാരാലിസിസ്, ഇംപയർഡ് വിഷൻ, ബ്ലൈൻഡ്നെസ്, കോമയൊക്കെ കാണാം. യൂറിൻ, ബ്ലഡ്, ഹെയർ സാമ്പിൾസ് ഒക്കെ എടുത്ത് പരിശോധിക്കുക. നെക്സ്റ്റ് അലർജിക് സിംറ്റംസ്. ഹിസ്റ്റമിൻ കാരണമുള്ള അലർജിക് സിംറ്റംസ് ഹെഡേക്ക്, ഡിസിനസ്, നോസിയ, വോമിറ്റിംഗ്, പെപ്പറി ടേസ്റ്റ് ഇൻ മൗത്ത്, ബേണിംഗ് ഓഫ് ത്രോട്ട്, ഫേഷ്യൽ സ്വെല്ലിംഗ് ഓഫ് ഫ്ലഷിംഗ്, സ്റ്റൊമക് പെയിൻ, റിച്ചിങ്. മെയിൻ ആയിട്ട് അവിടെ നമ്മുടെ ഫേസ് എല്ലാം ഇങ്ങനെ ചൊറിഞ്ഞ് ചുമന്നൊക്കെ വരും, വയറ്റിലൊക്കെ വേദന വരും, പിന്നെ ഛർദിലും അങ്ങനത്തെ കാര്യങ്ങൾ. നെക്സ്റ്റ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, MSG കാരണമുള്ള പോയ്സണിങ് ആണെങ്കിൽ അത് പോയ്സണിങ് ആകുന്ന കേസിൽ എല്ലാവർക്കും അത് അലർജിക് ആയിരിക്കില്ല, പിന്നെ അളവ് കൂടി പോവുകയോ അല്ലെങ്കിൽ അലർജിക് ആയിട്ടുള്ള ആളുകളിൽ കോസ് ചെയ്യുന്ന സിംറ്റംസ്. പെരിയോറൽ നംനെസ്, വായ്ക്ക് ചുറ്റും ഒരു തരിപ്പ് പോലെ വരും, നംനെസ്, ടിംഗ്ലിംഗ് സെൻസേഷൻ, ഫ്ലഷിംഗ്, ഫേസ് എല്ലാം റെഡ് ആയി, ഡിസിനസ്, ഹെഡേക്ക്, നോസിയ. നിക്കോട്ടിനിക് ആസിഡ് നിക്കോട്ടിൻ ആണ് ടൊബാക്കോയിലൊക്കെ ഉള്ളത്. സോ ഫ്ലഷിംഗ്, ഇച്ചിങ്, അബ്ഡോമിനൽ പെയിൻ, പഫിംഗ് ഓഫ് ഫേസ് ആൻഡ് നീസ്. അടുത്തത് ജനറലൈസ് ഇൻഫെക്ഷൻ സിംറ്റംസ്. ട്രൈക്കിനെല്ല സ്പൈറാലിസ്, gastroenteritis, fever, edema around eyes, perspiration, muscular pain, prostration ഒക്കെ. സാൽമണല്ല ടൈഫി, മലൈസ്, ഹെഡേക്ക്, ഇത് ടൈഫോയിഡ് കോസ് ചെയ്യുന്ന ബാക്ടീരിയമാണ്. സോ ഇതിന്റെ സിംറ്റംസ് നോട്ട് ചെയ്യാം. 7 to 28 days ടൈം പീരീഡ് എടുക്കും. മലൈസ്, ഹെഡേക്ക്, ഫീവർ, കഫ്, നോസിയ, വോമിറ്റിംഗ് ഒക്കെയാണ് സിംറ്റംസ്. അടുത്തത് ക്ലോസ്ട്രീഡിയം ജെജനൈ, ബാസിലസ് ആന്ത്രസിസ്, ബ്രൂസെല്ല സ്പീഷീസ്, ക്ലോസ്ട്രീഡിയം ബെർണറ്റി, ഫ്രാൻസിസെല്ല ടുലെറിയൻസിസ്. അവിടെയൊക്കെ നമുക്ക് ഇൻക്യുബേഷൻ പീരീഡ് ഓരോന്നനുസരിച്ച് മാറും. ഫീവർ, ചിൽസ്, ഹെഡേക്ക്, ആർത്രാൾജിയ ജോയിന്റ് പെയിൻ, പ്രോസ്ട്രേഷൻ, നമ്മുടെ ബോഡി ഇങ്ങനെ സ്റ്റിഫ് ആവുക, ഇറക്റ്റ് ആവുക, മെലേസ്, സ്വള്ളൻ ലിംഫ് നോഡ്സ്, ഇതൊക്കെ കാണും.
ഇതിൽ മെയിൻ ആയിട്ട് സാൽമണല്ല ടൈഫിയുടെ പഠിക്കുക. ഇവിടെ ഹിസ്റ്റമിൻ, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, നിക്കോട്ടിനിക് ആസിഡ് എല്ലാം ഒന്ന് നോക്കി വെക്കുക. സിംറ്റംസ്. ടൈപ്സ് ഓഫ് ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ്. ബാക്ടീരിയ ഏതൊക്കെ രീതിയിൽ ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യാന്നുള്ളത്. അതായത് അതിന്റെ മെക്കാനിസം. ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ നോൺ ഇൻഫ്ലമേറ്ററി മെക്കാനിസം. നെക്സ്റ്റ് ഇൻഫ്ലമേറ്ററി മെക്കാനിസം. 3 പെനിട്രേറ്റിംഗ് മെക്കാനിസം. നോൺ ഇൻഫ്ലമേറ്ററി മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുന്നു, പോയിസൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ടോക്സിൻ, എൻറ്ററോടോക്സിൻ ഡയസിസിനകത്ത് നിന്ന് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് കാരണം നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. മെയിൻ ആയിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഇത്തരം ഇൻഫെക്ഷൻ കാണുന്നത്. അന്നേരം കാണുന്ന സിംറ്റം വാട്ടറി ഡയറിയ ആണ്. നമ്മൾ സ്റ്റൂൾ എക്സാമിൻ ചെയ്യുമ്പോൾ നോ ഫീക്കൽ ല്യൂക്കോസൈറ്റ്സ്. ഇൻഫ്ലമേഷൻ ഇല്ലാത്തതുകൊണ്ട് നോ ഫീക്കൽ ല്യൂക്കോസൈറ്റ്സ്. ഇത് കോസ് ചെയ്യുന്ന എക്സാമ്പിൾ വിബ്രിയോ കോളറെ, enterotoxigenic E. coli ആണ് ETEC. Then entero aggressive E. coli, Clostridium perfringens, Bacillus cereus, Staphylococcus aureus, rotavirus, norovirus, enteric adenovirus, Giardia lamblia, Cytosporidium, Cyclospora, Microsporidium. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. നെക്സ്റ്റ് ഇൻഫ്ലമേറ്ററി മെക്കാനിസം. നമ്മുടെ ശരീരത്തിനകത്ത് ചെന്ന് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി, അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് inflammatory mechanism. It is seen in the colon. The intestine തന്നെ distal small intestine. Colon അതായത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലും അതുപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ഡിസ്റ്റൽ പാർട്സിലും കാണുന്നത്. ഇൽനെസ്, ഡിസെൻട്രി ഓർ ഇൻഫ്ലമേറ്ററി ഡയറിയ. ഡിസെൻട്രി ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ട് ഇൻഫ്ലമേറ്ററി ഡയറിയ. PMN ഫീക്കൽ ല്യൂക്കോസൈറ്റ്സ്. നമുക്ക് പോളിമോർഫോന്യൂക്ലിക് ഫീക്കൽ ല്യൂക്കോസൈറ്റ്സ് കാണാൻ പറ്റും. ഷിഗല്ല, സാൽമണല്ല, ക്ലോസ്ട്രിഡിയം ജെജനൈലൊക്കെയാണ് ഈ ഇൻഫെക്ഷൻസ് കാണാൻ പറ്റും. എൻറ്ററോ ഹെമറേജിക് E. coli, എൻറ്ററോ ഇൻവേസീവ് E. coli, യെർസീനിയ എൻറ്ററോകൊളൈറ്റിക്ക, വിബ്രിയോ പാരാഹീമോലിറ്റിക്കസ്, ക്ലോസ്ട്രിഡിയം ഡിഫിസിൽ, ഈ എൻറ്റമീബ ഹെസ്റ്റോലിറ്റിക്ക, ഈ കണ്ടീഷൻസിലൊക്കെയാണ് കാണുന്നത്. അടുത്തത് പെനിട്രേറ്റിംഗ് മെക്കാനിസം. അതായത് ആ ബാക്ടീരിയ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ വോൾസിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യും. അങ്ങനെ ചിലപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും. ഡിസ്റ്റൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് അത് കാണുന്നത്. എൻറ്ററിക് ഫീവർ, മോണോന്യൂക്ലിയർ ഫീക്കൽ ല്യൂക്കോസൈറ്റ്സ്. ദെൻ സാൽമണല്ല ടൈഫി, യെർസീനിയ എൻറ്ററോകൊളൈറ്റിക്ക, ക്യാമ്പൈലോബാക്ടർ ഫീറ്റസ്. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഇത്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാണുള്ളത്. ബാക്ടീരിയൽ ഫുഡ് പോയ്സണിങ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ സമ്മറൈസ് ചെയ്ത് ഇവിടെ പറഞ്ഞിരിക്കാം. ഈ ബാക്ടീരിയയുടെ 3 മെക്കാനിസം പറഞ്ഞിരിക്കാം. 3 മെക്കാനിസത്തിലൂടെയാണ് ബാക്ടീരിയ ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യുന്നത്. നോൺ ഇൻഫ്ലമേറ്ററി മെക്കാനിസം, ഇൻഫ്ലമേറ്ററി മെക്കാനിസം, പെനിട്രേറ്റിംഗ് മെക്കാനിസം. ഒക്കെ എക്സാമ്പിൾസ് ഒക്കെ നോക്കി വെച്ചിരുന്നുണ്ട്. 5 keys to safer food. നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഫുഡിനെ സേഫ് ഗാർഡ് ചെയ്യാം. മെത്തേഡ്സ് എന്തൊക്കെയാണ്? കീപ് ക്ലീൻ. Wash your hands before handling food and often during food preparation. Wash your hands after going to toilet. Wash and sanitize all surfaces and equipment used for food preparation. Protect kitchen area and food from insect, pests and other animals. ജനറൽ ആയിട്ട് കിച്ചൺ ക്ലീൻ ആയിട്ട് വെക്കുക. ഇൻസെക്ട്സും പെസ്റ്റും ഒന്നും കയറാൻ നോക്കുക. കുക്ക് ചെയ്യുന്നവര് നല്ല ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. കുക്ക് ചെയ്യുന്ന വെസൽസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സാനിറ്റൈസ് ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സെപ്പറേറ്റ് റോ ആൻഡ് കുക്ക് ഫുഡ്. Separate raw meat, poultry, and seafood from other foods. Use separate utensils, knives, and cutting boards for handling raw food. Store food in containers to avoid contact between raw and prepared. അതുപോലെ റോ ഫുഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾസ് പഠിച്ചപ്പോൾ എല്ലാത്തിന്റെയും സോഴ്സ് ആയിട്ട് പഠിച്ച റോ ഫുഡാണ്. റോ ഫുഡ് അത് മീറ്റ് ആവാം, അല്ലെങ്കിൽ പോൾട്രി ആവാം, അല്ലെങ്കിൽ എഗ്സിലാവും. ഏതിലായാലും റോയിൽ ഒരുപാട് പാത്തജൻസ് കാണും. നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് ഹീറ്റ് ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്ത് ഹീറ്റ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും പല പാത്തജൻസും ഇല്ലാതെ ആവാം. അപ്പൊ നമ്മൾ അത്തരം റോ ഫുഡും അതുപോലെ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡും, അതായത് അൺകുക്ക്ഡും കുക്ക്ഡ് ഫുഡും കൂടെ മിക്സ് ചെയ്താല് അൺകുക്ക്ഡ് ഫുഡിൽ എന്ത് കാണും? ഒരുപാട് പാത്തജൻസ് കാണും. അത് കുക്ക്ഡ് ഫുഡിനെ കൂടെ കണ്ടാമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. അൺകുക്ക്ഡ് ഫുഡിനെ ഹാൻഡിൽ ചെയ്യുന്ന നൈഫ്സ് ഒക്കെ പിന്നെ ക്ലീൻ ചെയ്തിട്ട് വേണം കുക്ക്ഡ് ഫുഡ് അഥവാ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാം. കുക്ക് thoroughly. Cook food thoroughly, especially meat, poultry, eggs, and seafood. Bring foods like soups and stews to boiling to make sure they have reached 70 degrees Celsius. Reheat cook food thoroughly. നമ്മൾ നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യണം. നന്നായിട്ട് ഹീറ്റ് ചെയ്ത് തന്നെ കുക്ക് ചെയ്യണം. അതുപോലെ നമ്മൾ ഒരിക്കൽ കുക്ക് ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്തോ കൂൾ ചെയ്യുക ചെയ്ത ഫുഡിനെ നന്നായിട്ട് റീഹീറ്റ് ചെയ്ത് വേണം റീയൂസ് ചെയ്യാൻ. Keep food at safe temperature. Do not leave cooked food at room temperature for more than 2 hours. 2 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഫുഡിനെ ലീവ് ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ല ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുക. ഫുഡിനെ ക്ലീൻ ചെയ്ത് നല്ല സമയം എടുത്ത് ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് 2 മണിക്കൂർ വരെയൊക്കെ നമുക്ക് വെളിയിൽ വെക്കാം. എന്നിട്ട്
നമ്മൾ യൂസ് ചെയ്തില്ല എങ്കിൽ ആ ഫുഡ് നമ്മൾ ഉടനെ തന്നെ റെഫ്രിജറേറ്റ് ചെയ്യണം. റെഫ്രിജറേറ്റ് ചെയ്ത ഫുഡ് വെളിയിലെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞ് വീണ്ടും റീഹീറ്റ് ചെയ്ത് 70°C above റീഹീറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. Refrigerate promptly all cooked and perishable food, preferably below 5°C. 5°C താഴെയായിട്ട് റെഫ്രിജറേറ്റ് ചെയ്യുക. Keep cooked food piping hot more than 60°C prior to serving. അതുപോലെ നല്ല ചൂടോടുകൂടി ആ ഫുഡ് സെർവ് ചെയ്തത് അധികം തണുക്കാൻ വിടരുത്. അന്നേരം എല്ലാം കണ്ടാമിനേഷൻ സാധ്യത കൂടും. Not store food too long even in the refrigerator. Not thaw frozen food at room temperature. ഒരുപാട് കാലം ഫുഡ് റെഫ്രിജറേറ്ററിൽ നമ്മൾ വെക്കുക. റെഫ്രിജറേറ്ററിൽ കാര്യം ശരിയാണ്, ബാക്ടീരിയയുടെ ഗ്രോത്ത് ഒക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാലം നമ്മൾ റെഫ്രിജറേറ്ററിലും വെക്കുക. അതുപോലെ ഫ്രോസൺ ഫുഡിനെ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ തോ ചെയ്യരുത്. നമ്മൾ മെൽറ്റ് ചെയ്ത് ആ ഐസിനെ എല്ലാം മെൽറ്റ് ചെയ്ത് മാറ്റരുത്. യൂസ് സേഫ് വാട്ടർ ആൻഡ് റോ മെറ്റീരിയൽസ്. നമ്മൾ കുക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന വാട്ടർ എല്ലാം സേഫ് ആയിരിക്കണം, നല്ല ബോയിൽഡ് വാട്ടർ ആയിരിക്കണം. സേഫ് വാട്ടർ ഓർ ട്രീറ്റ് ടു മേക്ക് ഇറ്റ് സേഫ്. സെലക്ട് ഫ്രഷ് ആൻഡ് ഹോൾസം ഫുഡ്. Choose food processed for safety, which is pasteurized milk. Wash fruits and vegetables, especially eaten raw. Not use food beyond its expiry date. Expiry date കഴിഞ്ഞുള്ള ഫുഡ് നമ്മൾ കഴിക്കാൻ പാടില്ല. വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം, മീറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യണം, മിൽക്ക് പാസ്ചറൈസ് ചെയ്യണം. വാട്ടർ ആയാലും പ്രോപ്പർലി ബോയിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തായിരിക്കണം, കെമിക്കൽസ് ഒക്കെ വെച്ച് പ്യൂരിഫൈ ചെയ്തായിരിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. അനലൈസ് ഹസാർഡ്സ്, പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ഫുഡ് and measure to control those hazards. അതായത് എന്തൊക്കെ ഹസാർഡ്സ് ഉണ്ട്, ബയോളജിക്കൽ ഹസാർഡ് അല്ലെങ്കിൽ കെമിക്കൽ ഹസാർഡ് എന്താണെന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കുക. ഐഡന്റിഫൈ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്സ്. ദീസ് ആർ ദ പോയിന്റ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഫ്രം ഇറ്റ്സ് റോ സ്റ്റേറ്റ് ത്രൂ പ്രോസസിംഗ് അറ്റ് ഷിപ്പിംഗ് ടു കൺസംഷൻ ബൈ കൺസ്യൂമർ അറ്റ് വിച്ച് പൊട്ടൻഷ്യൽ ഹസാർഡ് ക്യാൻ ബി കൺട്രോൾ. ഏത് പോയിന്റിലാണ് ഹസാർഡ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുക്കിങ്ങിലാണോ, കൂളിംഗിലാണോ, പാക്കേജിംഗ്, ഏത് രീതിയിൽ നമുക്ക് ഈ ഹസാർഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക. Establish preventive measure with critical limits for each control point. അതിനുശേഷം നമ്മൾ എത്തരത്തിൽ നമുക്ക് ആ കൺട്രോൾ പോയിന്റിൽ കൺട്രോൾ ചെയ്യാന്നുള്ളതിന് പ്രിവെന്റീവ് മെഷർ എടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടെമ്പറേച്ചർ കുക്കിംഗ് ആണ് നമ്മുടെ ഒരു കൺട്രോൾ പോയിന്റെങ്കിൽ എത്ര ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ഹാർംഫുൾ മൈക്രോബ്സിനെ പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെ നോക്കുക. Establish procedures to monitor the critical control points. Such procedures include determining how and who should monitor. Proper to monitor. Establish corrective actions when monitoring shows that critical limit has not been met. Reprocessing or disposing of food if the minimum temperature is not met. Establish procedures to verify that the system is working properly. Proper to basic HACCP principles മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. Establish effective record keeping for documentation. Proper document ചെയ്യുക. This will include records of hazards and their control methods, monitoring of safety requirements, and action taken to correct potential problems. India is a signatory to World Trade Organization on Food Trade and therefore has to abide by guidelines of Codex Alimentarius, a collection of international food standards, guidelines, and codes of practice covering all the main food tailored to Indian context and known as Codex India. കോഡെക്സ് എലിമെന്റാരിയസിൽ വരുന്ന എല്ലാ ഗൈഡ്ലൈൻസ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ട്രേഡിന്റെ കാര്യമൊക്കെ വരുന്നത് അതുപോലെ കോഡെക്സ് ഇന്ത്യയിൽ പെർട്ടൈൻ ചെയ്ത റൂൾസ് ആണ്. പ്രയർ ടു 2006 in India, food-related issues were managed by various departments and ministries in a number of central acts. These include the Prevention of Food and Adulteration Act 1954, Food Products Order 1955, Meat Food Products Order 1973, Vegetable Oil Products Control Order 1947, and Edible Oil Packaging Regulation Order 1988, among others. ഇതിന്റെയൊക്കെ ഇയർ ഒന്ന് നോക്കി വെക്കുക. ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954, അത് ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി എല്ലാം നോക്കി വെക്കുക. In 2006, these orders were consolidated and brought under one overarching act, the Food Safety and Standards Act 2006. FSS Act 2006 മുൻപ് വരെ ഈ ആക്ടുകളെല്ലാം നിലവിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഇതിലേക്ക് കൊണ്ടുവന്നു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 എല്ലാം കൂടെ കമ്പൈൻ ചെയ്തു. Food Safety and Standards Authority of India is an autonomous statutory body created for defining science-based standards for articles of food and regulating the manufacture, storage, distribution, sale and import of food items to ensure availability of safe and wholesome food. FSSAIയുടെ full form functions ആണ് നോക്കി വെക്കുക. Ministry of Health and Family Welfare, Government of India is the administrative ministry for implementation of FSS Act. ഈ FSS Actന്റെ implementationും amendmentും എല്ലാം വരുന്നത് Ministry of Health and Family Welfareന്റെ അണ്ടറിലാണ്. Enforcement and execution of act is done at the central level by Food Authority and at state level by Food Safety Commissioners. Central level Food Authority, state level State Food Safety Commissioners.
At the local level, food safety officers are licensing authority and municipal corporations and gram panchayats are registering authority. Local level licensing authority ആണ് food safety officers. Various evolving influences have broadened the scope of foodborne illness and food safety in 21st century. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇൻഫെക്ഷൻസും നോക്കാം. അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്പെസിഫിക് ആയിട്ട് ഓരോന്നിന്റെ നമുക്ക് പേരുകൾ പറഞ്ഞ് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. സിംറ്റംസ് എന്തൊക്കെയാണ്? സാൽമണല്ലോസിസ്. സാൽമണല്ലോസിസ് കോസ് ചെയ്യുന്ന ഏത് ബാക്ടീരിയ ആണ്? സാൽമണല്ലോസിസ് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ കോസ് ബൈ സാൽമണല്ല സ്പീഷീസ്. ആ പേരിൽ തന്നെയുണ്ട്, സാൽമണല്ല ബാക്ടീരിയ ആണ് സാൽമണല്ലോസിസ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ഓപ്റ്റിമം കണ്ടീഷൻ ഫോർ ഗ്രോത്ത് 10 to 45 degrees Celsius, pH 4 to 9, for fractivity 0.93. ഇതാണ് ഈ ബാക്ടീരിയയുടെ ഓപ്റ്റിമം കണ്ടീഷൻസ്. ഇൻക്യുബേഷൻ പീരിയഡ് 12 to 36 hours. സോഴ്സസ് അൺറെഫ്രിജറേറ്റഡ് മീറ്റ് ആൻഡ് പോൾട്രി. അൺറെഫ്രിജറേറ്റഡ് അതുപോലെ അൺകുക്ക്ഡ് റോ ആയിട്ടുള്ള മീറ്റ് ആൻഡ് പോൾട്രി. നേരത്തെ പറഞ്ഞ പോലെ എഗ്ഗിലും ഒക്കെ കാണും. സിംറ്റംസ് നോസിയ, വോമിറ്റിംഗ്, ഗ്രീനിഷ് ഫൗൾ സ്റ്റൂൾസ്, ഫീവർ, വീക്ക്നെസ് ആൻഡ് ഡ്രൗസിനെസ്. അപ്പൊ എന്തൊക്കെയാണ്? വോമിറ്റിംഗ് കാണും, ഫീവർ കാണും, ക്ഷീണം വീക്ക്നെസ് ആൻഡ് ഡ്രൗസിനെസ്, ഗ്രീനിഷ് ഫൗൾ സ്റ്റൂൾസ്. Prevention: holding food at 66 degrees Celsius for 12 minutes to kill organisms, eliminating contaminated food, cooking food for sufficient time, and proper storing by cooling. ഇതിന്റെ ഓപ്റ്റിമം ടെമ്പറേച്ചർ 10 to 45 degrees Celsius. അപ്പൊ നമ്മൾ ഇതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഇതിന്റെ ഏറ്റവും നല്ല പ്രിവെൻഷൻ സ്ട്രാറ്റജി. ഹോൾഡിംഗ് ഫുഡ് അറ്റ് 66 degrees Celsius for 12 minutes to kill organisms. ഫുഡിനെ നമ്മൾ 66 degrees Celsius ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുക ഹീറ്റ് ചെയ്യുക ഫോർ 12 minutes. അങ്ങനെ ഓർഗാനിസംസിനെ കിൽ ചെയ്യാൻ പറ്റും. ആൻഡ് പ്രോപ്പർ സ്റ്റോറേജ്. അപ്പോൾ സാൽമണല്ലോസിസ് ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ്. ഇറ്റ് ഇസ് കോസ് ബൈ സാൽമണല്ല സ്പീഷീസ്. ബാക്ടീരിയയുടെ ഇൻക്യുബേഷൻ പീരീഡ് 12 to 36 hours ആണ്. മെയിൻ സിംറ്റംസ് നോസിയ, വോമിറ്റിംഗ്, ഗ്രീനിഷ് ഫൗൾ സ്റ്റൂൾസ്, പിന്നെ ഫീവർ ഒക്കെയാണ്. അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 66 degrees Celsius അതിന് മേലെ ഫുഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുക ഫോർ 12 minutes or more. നെക്സ്റ്റ് gastroenteritis. Disease caused due to enterotoxin released in the gut by Clostridium perfringens. Clostridium perfringens ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഗ്യാസ്ട്രോഎന്ററൈറ്റിസ്. ഇൻഫെക്ഷൻ ആണ്, ഇൻഫ്ലമേഷൻ. നമ്മുടെ GIT ട്രാക്ടിന്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ടിന്, ഇൻഡസ്ട്രിയൻസിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് ഗ്യാസ്ട്രോഎന്ററൈറ്റിസ്. ഇറ്റ് ഈസ് കോസ് ഡ്യൂ ടു enterotoxin produced by Clostridium perfringens. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ബാക്ടീരിയയുടെ പേരാണ് Clostridium perfringens. ഈ ബാക്ടീരിയ ഒരു enterotoxin പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ടോക്സിൻ കാരണമാണ് ഈ ഗ്യാസ്ട്രോഎന്ററൈറ്റിസ് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഓപ്റ്റിമം കണ്ടീഷൻ 20 to 55 degrees Celsius, pH 5 to 9, ഹീറ്റ് റെസിസ്റ്റന്റ്. ഈ ബാക്ടീരിയ ഹീറ്റ് റെസിസ്റ്റന്റുമാണ്. ഇൻക്യുബേഷൻ പീരിയഡ് 10 to 24 hours ആണ്. സോഴ്സസ് റോ ഫുഡ് ആൻഡ് ഫുഡ് ദാറ്റ് ആർ കൂൾഡ് സ്ലോലി ആൻഡ് ഹെൽഡ് സം ടൈം ബിഫോർ കൺസംപ്ഷൻ. റോ ഫുഡിൽ നിന്ന് വരാം, അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം വെച്ചിരുന്നിട്ട് കൺസ്യൂം ചെയ്താലും വരാം. കോമൺ യൂഷ്വലി കാണുന്ന സോഴ്സ് ആണ് പറയുന്നത്. എപ്പോഴും നമ്മൾ ഫുഡ് കുറച്ചു നേരം വെച്ചിട്ട് ഉണ്ടാവുന്ന നിർബന്ധമില്ല. സിംറ്റംസ് അബ്ഡോമിനൽ പെയിൻ, ഡയറിയ, ഗ്യാസ് ഫോർമേഷൻ. ഗ്യാസ്ട്രോഎന്ററൈറ്റിസ് അല്ലേ, അപ്പൊ അത് കാരണം നമുക്ക് പെയിൻ ഉണ്ടാവും, ഗ്യാസിന്റെ ഫോർമേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഡയറിയ. പ്രിവെൻഷൻ: ഹീറ്റിംഗ് അബൌവ് 60 degrees Celsius followed by rapid cooling of cooked meat and other food. റീഹീറ്റിംഗ്, ലെഫ്റ്റ് ഓവേഴ്സ് ആൻഡ് പേഴ്സണൽ ഹൈജീൻ. എപ്പോഴും ഹീറ്റിംഗ് തന്നെയാണ് ഇവിടെ സൊല്യൂഷൻ. ഹീറ്റിംഗ് അബൌവ് 60 degrees Celsius, എന്നിട്ട് റാപ്പിഡ് കൂളിംഗ് ഓഫ് കുക്ക്ഡ് മീറ്റ് ആൻഡ് അതർ ഫുഡ്സ്. അതുപോലെ ലെഫ്റ്റ് ഓവർ മീറ്റ് ആയാലും എന്തായാലും പ്രോപ്പർ ആയിട്ട് റീഹീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഡിസീസ് കോസ്ഡ് ബൈ ബാസിലസ് സീരിയസ്. ബാസിലസ് സീരിയസ് ഇൻഫെക്ഷൻ സെയിം ആണ്. അവിടെയും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. നമ്മുടെ GIT ആണ് കോമൺ ആയിട്ട് സിംറ്റംസ് കാണുന്നത്. ഡയറിയ, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഓപ്റ്റിമം കണ്ടീഷൻ 10 to 49 degrees Celsius, pH 4.9 to 9.3. ഇൻക്യുബേഷൻ പീരിയഡ് 2 to 8 hours. സോഴ്സസ് contaminated food, cereals, mashed potatoes, veg sprouts, meat loaf, pudding. Symptoms: nausea, abdominal cramp, vomiting, diarrhea. Prevention: holding food above 65 degrees Celsius and reheating leftovers for 70 degrees Celsius. Personal hygiene. എല്ലായിടത്തും തന്നെ പ്രിൻസിപ്പിൾസ് ഒക്കെ സെയിം ആണ്. നല്ല ടെമ്പറേച്ചറിൽ ഫുഡ് കുക്ക് ചെയ്യുക, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. സിംറ്റംസും ഓൾമോസ്റ്റ് സെയിം ആണ്. നോസിയ, ക്രാംസ്, വോമിറ്റിംഗ്. മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ട സിംറ്റംസ് ഒക്കെ നേരത്തെ പറഞ്ഞിരുന്ന ടേബിൾ, അതൊക്കെ നോട്ട് ചെയ്യുക. ഡയറിയയിൽ വരുമ്പോൾ തന്നെ ഇപ്പൊ ബ്ലഡി ഡയറിയ അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റുള്ള ഡയറിയ, അതുപോലെ തന്നെ ഫൗൾ സ്മെല്ലിംഗ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫൗൾ അതായത് ഗ്രീനിഷ് ഫൗൾ സ്റ്റൂൾസ്.
അത് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടൈഫോയിഡിന്റെ കേസ് നമ്മൾ ഇനി പഠിക്കാം. അവിടുത്തെ സിംറ്റംസ്, പെർഫറേഷൻ, അതൊക്കെ നോട്ട് ചെയ്യുക. ഇൻക്യുബേഷൻ പീരീഡ് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. നെക്സ്റ്റ്, ഷിജല്ലോസിസ്. ഇറ്റ് ഈസ് എ ബാക്ടീരിയൽ ഡിസെൻട്രി കോസ് ഡ്യൂ ടു ഷിജല്ല സ്പീഷീസ്. ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഷിജല്ല ബാക്ടീരിയ ആണ്. ഡിസെൻട്രി ആണ് ഇവിടുത്തെ മെയിൻ സിംറ്റം. സോഴ്സസ് മോയിസ്റ്റ് ഫുഡ് ലൈക്ക് മിൽക്ക്, പൊട്ടാറ്റോ, ഷ്രിംപ്, ട്യൂണ, ടർക്കി, ആപ്പിൾ സിഡർ എക്സെട്ര. മിൽക്കിൽ നിന്ന് വരാം, അതുപോലെ തന്നെ മീറ്റിൽ നിന്നും വരാം, പിന്നെ അല്ലാതെ വെജിറ്റബിൾസിൽ നിന്നും വരാം. സിംറ്റംസ്: fever, abdominal cramp, chills, mucus or pus, bloody stools, headache, nausea and dehydration. Bloody stools, blood കലർന്ന് ഡയറിയ ആയിരിക്കും, ബ്ലഡ് കൂടി കാണുക സ്റ്റൂൾസ്. പിന്നെ ഹെഡേക്ക്, നോസിയ, ഡീഹൈഡ്രേഷൻ, ഫീവർ ഒക്കെ കാണും. പ്രിവെൻഷൻ: പേഴ്സണൽ ഹൈജീൻ, കൺട്രോൾ ഓഫ് ഫ്ലൈസ്, യൂസ് ഓഫ് പ്യൂരിഫൈഡ് വാട്ടർ, സാനിറ്ററി കണ്ടീഷൻസ്. അതായത് ഇവിടെ ഓറൽ കണ്ടാമിനേഷൻ പോസിബിൾ ആണ്. ഒരാൾക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആള് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്ത് ചൊവ്വിൻ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യാതെ ഫുഡിലൊക്കെ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ ഫുഡിലൂടെ വേറൊരാളിലേക്ക് ഇൻഫെക്ഷൻ പോകാം. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ്. കൺട്രോൾ ഓഫ് ഫ്ലൈസ്, ഇതേപോലെ ഫ്ലൈസിനും വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു കണ്ടീഷൻ, എസ്പെഷ്യലി ഓപ്പൺ ആയിട്ടൊക്കെ ഇൻഫെക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ ഏരിയസിലൊക്കെ ആണെങ്കിൽ. അതുകൊണ്ട് കൺട്രോൾ ഓഫ് ഫ്ലൈസ്. പിന്നെ പ്യൂരിഫൈഡ് വാട്ടർ, നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ ബോഡി ഇത്തരം ഈ ഷിജല്ലയുടെ ആയിട്ട് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അങ്ങനെ വരുന്നതാണ്. പ്യൂരിഫൈഡ് വാട്ടർ, സാനിറ്ററി കണ്ടീഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും. റിമൈനിങ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ തന്നെ ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ധാരാളം വിജയങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ അധികം വൈകാതെ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.